ഡയറക്ടർ സൈമൺ സാറിനെ ഓർത്ത് ചെയ്യുന്നു. തന്നോടൊപ്പം സഹകരിച്ച് ഈ ശുശ്രൂഷയിലുമായിരിക്കാൻ കർത്താവ് എനിക്കും നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പലരും പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഗ്രാജുവേറ്റ് ചെയ്യാത്ത ആളുകൾ, പ്രിയപ്പെട്ട സീന സിസ്റ്റർ, അതുപോലെ മറ്റ് സൂസൻ ബേബി, ഇങ്ങനെ പലരും ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ചൊരു സ്ഥാപനത്തിലായിരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചതാണ്. അതോർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ട സൂസൻ സിസ്റ്ററെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തിയ അത്ഭുതകരമായ വിധങ്ങളെയൊക്കെ ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ സാധിച്ചു. കർത്താവ് അവരെയും സഹായിക്കട്ടെ. നമ്മുടെ ദൈവം എത്രയോ വലിയവനായ ദൈവമാണെന്നൊരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ഒരു സാക്ഷ്യത്തിലൂടെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഈ സെമസ്റ്ററിൽ നമ്മൾ സാർ ഓർപ്പിച്ചതുപോലെ മിഷൻ ഓഫ് ദി ചർച്ച് എന്ന സബ്ജക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. മിഷൻ ഓഫ് ദി ചർച്ച്, സഭയുടെ ദൗത്യം. സഭയുടെ ദൗത്യം കഴിവതും നിങ്ങൾ കുറച്ച് നോട്ട്സ് ഈ പഠിപ്പിക്കുന്ന സമയത്തൊന്ന് നോട്ട് ചെയ്തോണം. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ കുറച്ച് പോർഷൻസ് ഞാൻ ഇട്ടുതരാം. കാരണം ഇംഗ്ലീഷും കൂടെ കൊടുക്കുന്നുള്ളത് കൊണ്ട് സെയിം ആയിരിക്കത്തില്ല, എങ്കിലും കുറച്ച് നോട്ട്സ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ കുറച്ച് കഴിയുമ്പോൾ നൽകുന്നതായിരിക്കും. എന്നാൽ കഴിവതും പറയുന്ന സമയത്ത് നിങ്ങൾ ഷോർട്ടായിട്ടാണെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ആയിരിക്കും നമുക്ക് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ മിഷൻ ഓഫ് ദി ചർച്ചിൽ നമ്മളൊരു മിഷൻ തിയോളജിക്കൽ ആസ്പെക്റ്റ് ആണ്, ദൗത്യ ദൈവശാസ്ത്ര വീക്ഷണമാണ് നമ്മൾ പഠിക്കുന്നത്. ദൗത്യ ദൈവശാസ്ത്ര വീക്ഷണം. ഇത് ചർച്ച് ഹിസ്റ്ററി അല്ല, ഇത് തിയോളജിയുമല്ല. മിഷൻ തിയോളജി എന്ന് പറയുന്നത് തിയോളജിയുമായിട്ട്, അതായത് ഹിസ്റ്റോറിക്കൽ തിയോളജിയുമായിട്ട് ബന്ധമുള്ളതാണെങ്കിലും ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള വിഷയമാണ്. സെപ്പറേറ്റ് തിയോളജിയാണ് മിഷൻ തിയോളജി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ട് പഠിക്കും, അതുപോലെ ഹിസ്റ്റോറിക്കൽ ആൻഡ് തിയോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കും. അതിനുശേഷം നമ്മൾ മിഷൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ഇതാണ് ആദ്യത്തെ 3 പോർഷൻസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് ഇൻട്രൊഡക്ടറി പാർട്ട് നമുക്ക് കഴിവതും തീർക്കാൻ വേണ്ടി നോക്കാം. അതിനുശേഷം നമുക്ക് ഹിസ്റ്റോറിക്കൽ ആൻഡ് തിയോളജിക്കൽ ഫൗണ്ടേഷൻസിൻ്റെ, അതായത് ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ അടിസ്ഥാനം, ഈ മിഷൻസിൻ്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായ അടിസ്ഥാനം, അതിനെക്കുറിച്ചായിരിക്കും രണ്ടാമത്തെ പോർഷൻ നമ്മൾ പഠിക്കുന്നത്. പിന്നീട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾഡ് ടെസ്റ്റമെന്റ് മിഷൻസ് എന്തായിരുന്നു, ദൈവത്തിൻ്റെ പഴയ നിയമ ദൈവജനത്തോടുള്ള മിഷൻസ് എന്തായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനുണ്ട്. സോ പ്രാരംഭമായിട്ട് ഞാനൊരു 4 വ്യക്തികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ആ 4 പേര് നമുക്ക് ഇനിയിപ്പോൾ പഠിച്ചു വരുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അവരുടെ തോട്ട്സും മിഷനെ കുറിച്ചുള്ളവരുടെ കാഴ്ചപ്പാടുകളും പഠിക്കേണ്ടതുണ്ട്. ഈ 4 പേരല്ല, ഇതിൽ കൂടുതൽ ആളുകളുണ്ട്. ഞാൻ ഇന്ന് 4 പേരെ മാത്രമാണ് തിരഞ്ഞെടുത്തത്. ഒന്നാമത്തെ ആളാണ് കാൾ ബാർത്ത്. കാൾ ബാർത്ത്, KARL BARTH, KARL BARTH, കാൾ ബാർത്ത്. കാൾ ബാർത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത്, മിഷൻ ഈസ് നോട്ട് എ ഹ്യൂമൻ പ്രോജക്റ്റ്. ദൗത്യം, ദൈവിക ദൗത്യം എന്ന് പറയുന്നത് ഒരു മാനുഷിക പദ്ധതിയല്ല. ഓർ ദി സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ, അതൊരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ വ്യാപനവുമല്ല.
but the proclamation of Jesus as the Lord. അതായത് മിഷൻ എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത് ഒരു മാനുഷിക പദ്ധതിയല്ല, ഏതെങ്കിലും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ പ്രചാരണമല്ല, മറിച്ച് പ്രൊക്ലമേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ്, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി, കർത്താവായി പ്രഖ്യാപിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ മിഷൻ, സഭയുടെ മിഷൻ. അതാണ് അതിൻ്റെ ക്രിസ്റ്റോസെൻട്രിക് ഫോക്കസ്, ക്രിസ്തു കേന്ദ്രീകൃതത്വം എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം മിഷനെ കുറിച്ച് പറഞ്ഞ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാൽബാത്തിൻ്റെ ചിന്തയിൽ അദ്ദേഹം പറഞ്ഞത് മിഷൻസ് ആസ് ദ മിസിയോ ഡേയി, ലാറ്റിൻ ഭാഷയിൽ പറയുന്ന മിസിയോ ഡേയി, MISSIO, മിസിയോ DEI, ഡേയി. അപ്പം മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഷൻ ഓഫ് ഗോഡാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദൗത്യമാണ്. മിഷൻ ഈസ് ദ മിസിയോ ഡേയി, അത് ദൈവത്തിൻ്റെ ദൗത്യമാണ്. അതിൻ്റെ വിശദീകരണം അദ്ദേഹം പറയുന്നത്, ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം ദി ഹ്യൂമൻ ഡ്രിവൺ എന്റർപ്രൈസസ് ഓഫ് ദി ചർച്ചസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് ഓൺ സെൽഫ് സെൻഡിങ് ആക്ഷൻ. അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഇതെന്താണ്? ചർച്ചസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്സ് ഓൺ സെൽഫ് സെൻഡിങ് ആക്ഷൻ. ദൈവത്തിൻ്റെ സെൽഫ് സെൻഡിങ് ആക്ഷൻ, അയക്കപ്പെടുന്ന ദൈവിക ദൗത്യത്തിന്റെ ഭാഗമായി സഭ തീരുന്നതാണ്. അതായത് ദൈവം തന്നെ എന്ത് ചെയ്യുകയാണ്? ഇറങ്ങി വരികയാണ്. ദൈവം തന്നെ പ്രവർത്തന നിരതനാകുകയാണ്. അതാണ് ദൈവം തന്റെ പുത്രനെ അയച്ചു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ ദൈവത്താൽ അയക്കപ്പെട്ട മിഷണറിയാണ്. ആക്ച്വലി യേശുവിനെ അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. നാം ഏറ്റുപറയുന്ന അപ്പോസ്തലൻ കർത്താവാണ്, മഹാപുരോഹിതനാണ്, അപ്പോൾ തന്നെ അപ്പോസ്തലനാണ്, പ്രവാചകനാണ്. അപ്പൊ ദൗത്യത്തിന്റെ മാതൃക ദൈവം തന്റെ പുത്രനെ അയച്ചതിലൂടെയാണ് നമുക്ക് വെളിപാട്ട് ലഭിക്കുന്നത്. ദൈവം തന്റെ പുത്രനെ മുഴു ലോകത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിലേക്ക് അയക്കുന്നു. ദൈവം തന്നെ അയക്കപ്പെടുകയാണ്. അതാണ്. സോ ആ ദൗത്യത്തോട് സഹകരിക്കുന്ന, പങ്കെടുക്കുന്ന പ്രവർത്തനമാണ് ആക്ച്വലി സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മനുഷ്യൻ തുടങ്ങുന്ന ഒരു കാര്യമല്ല. ദൈവം ആരംഭിച്ച പ്രവൃത്തിയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പങ്കുചേരുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. അപ്പൊ ഇനിയും കാൽബാത്തിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാമെങ്കിലും നാം ഈ മിഷനിൽ അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കാൽബാത്തിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റിലെ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ഒരാളാണ് എമിൽ ബ്രൂണർ. EMIL BRUNNER. കാൽബാത്ത് സ്വിസ് തിയോളജി, BRUNNER, ഡബിൾ N ഉണ്ട്, NNER. ഇദ്ദേഹം സ്വിസ് തിയോളജിയനാണ്, സ്വിറ്റ്സർലൻഡുകാരനാണ്. കാൽബാത്തും സ്വിസ് തിയോളജിയനാണ്. കാൽബാത്തും ഈ എമിൽ ബ്രൂണറും നിയോ ഓർത്തഡോക്സി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്ര
ശാഖയുടെ വക്താക്കളാണ്. നിയോ ഓർത്തഡോക്സി അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവശാസ്ത്ര ചിന്തകൾക്ക് നിന്ന് വ്യത്യസ്തമായി ലോകത്തെ ദൈവവചനം പഠിപ്പിച്ച ആളുകളാണ് ഇവര്. റീഫോംഡ് തിയോളജിയൻസ് ആണ്. അതായത് നവീകരണത്തിന് ശേഷം ജീവിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് അവർ. 20-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന വ്യക്തികളാണ്. എമിൽ ബ്രൂണർ എന്ന് പറയുന്ന ഈ സ്വിസ് തിയോളജിയൻ പറഞ്ഞ കാര്യം, ദ ചർച്ച് എക്സിസ്റ്റ്സ് ബൈ മിഷൻ ജസ്റ്റ് ആസ് ഫയർ എക്സിസ്റ്റ്സ് ബൈ ബേണിംഗ്. തീ അതിൻ്റെ ജ്വാലയാൽ നിലനിൽക്കുന്നത് പോലെ സഭ അതിൻ്റെ ദൗത്യത്താൽ നിലനിൽക്കുന്നു. അതാണ് അദ്ദേഹം പഠിപ്പിച്ച കാര്യം. ജ്വലിക്കുന്നതിലൂടെ അഗ്നി നിലനിൽക്കുന്നത് പോലെ സഭ മിഷൻ മൂലം നിലനിൽക്കുന്നു. അപ്പൊ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നില്ലെങ്കിൽ അഗ്നിയില്ല. അങ്ങനെ അഗ്നി ജ്വലിക്കുന്നത് പോലെയാണ് സഭ മിഷനിലൂടെ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യം, he argued that mission is not a department of the church. സഭാ ലീഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് വിയോജിക്കും. കാരണം ഇന്ന് സഭയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മിഷൻ ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? എല്ലാ സഭകൾക്കും ഒരു മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരാണ് മിഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എന്നാൽ എമിൽ ബ്രൂണർ പറഞ്ഞത്, മിഷൻ ഈസ് നോട്ട് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ചർച്ച് ബട്ട് ഇറ്റ് ഈസ് വെരി കോസ് ആൻഡ് ലൈഫ് ബ്ലഡ്. സഭ നിലനിൽക്കുന്നതിന്റെ കാരണവും അതിന്റെ ജീവരക്തവും മിഷനാണ്. സഭയുടെ നിലനിൽപ്പും അതിന്റെ ജീവരക്തവും എന്ന് പറയുന്നത് മിഷനാണ്. ഇഫ് എ ചർച്ച് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ മിഷൻ, it is not truly a church. And lack of mission indicates a lack of faith. അതായത് ഒരു ചർച്ച്, ഒരു സഭ മിഷനിൽ ഇൻവോൾവ് ആകുന്നില്ലെങ്കിൽ അതൊരു സഭയല്ല, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇടയിലൊക്കെയുള്ള എത്രയോ സഭകൾ മാസങ്ങളായിട്ട് ഒരു ട്രാക്ട് വിതരണം പോലും നടത്തിയിട്ടില്ല, ഒരു പരസ്യയോഗം നടത്തിയിട്ടില്ല. 3, 4, 5, 10 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കൺവെൻഷൻ നടത്തിയെന്ന് വരും. സമൂഹത്തിൽ ആളുകൾക്ക് കർത്താവിനെ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഇല്ല, അങ്ങനെയുള്ളൊരു പദ്ധതിയേ ഇല്ല. ചർച്ച് നിലനിൽക്കുന്നത് തീയിൽ അഗ്നിജ്വാല പോലെ ഉള്ള ഇവാഞ്ചലിസം അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ ചർച്ച് മിഷനിൽ ഇൻവോൾവ് ആകുന്നില്ലെങ്കിൽ അതൊരു ചർച്ചല്ല. മിഷനിൽ താല്പര്യമില്ലാതെ വരുന്നത് വിശ്വാസത്തിൽ താല്പര്യമില്ലാതെ വരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എമിൽ ബ്രൂണർ എന്ന് പറയുന്ന ഒരു തിയോളജി. അപ്പൊ നമുക്ക് എന്തായാലും ഈ മിഷൻ തിയോളജിയും കൂടെ നമ്മൾ ഇതിനകത്ത് വരുന്നു. മിഷൻ ഓഫ് ദി ചർച്ചിൽ മിഷൻ തിയോളജിയും കൂടെ വരുന്നുള്ളത് കൊണ്ട് ചില പ്രധാനപ്പെട്ട തിയോളജിയൻസിന്റെ തോട്ട്സും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മൂന്നാമത്തെ വ്യക്തി, വേഗം പറയാം. മൂന്നാമത്തെ വ്യക്തി ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട്. ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട്, JOHN ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട്, JOHN RW സ്റ്റോട്ട്, STOTT, ജോൺ ആർ ഡബ്ല്യു സ്റ്റോട്ട്. ജോൺ സ്റ്റോട്ട് എന്നാണ് സാധാരണ പറയുന്നത്. അദ്ദേഹത്തിന് ധാരാളം രചനകളൊക്കെ ലഭിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാരാവൺ കൺവെൻഷനിൽ വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തായിരുന്നു. 2011 അദ്ദേഹം മരിക്കുന്നത്. ജോൺ സ്റ്റോട്ട് ഒരു റീഫോംഡ് ഇവാഞ്ചലിക്കൽ തിയോളജിയനാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തകനായിട്ട് ജോൺ സ്റ്റോട്ടിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ മിഷൻ ഇൻ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ക്രിസ്ത്യൻ മിഷൻ ഇൻ ദി മോഡേൺ വേൾഡ്. അതെവിടെയെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കണം. നമുക്ക് അതിനകത്തു നിന്നുള്ള കുറച്ച് പോർഷൻസ് നമ്മൾ
പഠിക്കുന്നുണ്ട്. കാരണം മിഷൻസിന്റെ തിയറീസ് എന്താണ്, മിഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷൻ ഇൻ ദി മോഡേൺ വേൾഡ് എന്നാണ് ആ ബുക്കിന്റെ പേര്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ മേടിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, ജോൺ സ്റ്റോട്ട് അഡ്വക്കേറ്റഡ് ഫോർ എ ഹോളിസ്റ്റിക് ഹോൾ ചർച്ച്, ഒരു സമ്പൂർണമായ ഒരു സഭയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മിഷൻ ദാറ്റ് ഇൻസെപ്പറബിൾ കമ്പൈൻസ് ഇവാഞ്ചലിസം ആൻഡ് സോഷ്യൽ ആക്ഷൻ റൂട്ടഡ് ഇൻ ഗോഡ്സ് ലവ്. സമ്പൂർണമായ ഒരു സഭ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത് ഇവാഞ്ചലിസവും സോഷ്യൽ ആക്ഷനും ഒരുമിച്ച് ഉള്ളതായിരിക്കും. സാമൂഹിക ഇടപെടലുകളും സുവിശേഷീകരണവും ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന സഭയാണ് ഒരു ഹോളിസ്റ്റിക് ഹോൾ ചർച്ച് എന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഹി ഡിഫൈൻഡ് ദി മിഷൻ ആസ് ദി ഗ്ലോബൽ ഔട്ട്റീച്ച് ഓഫ് ഗോഡ്സ് പീപ്പിൾ, എൻകംപ്രസിംഗ് ബോത്ത് ദ ഗ്രേറ്റ് കമ്മീഷൻ ആൻഡ് ദി ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഓർ സർവീസ്. അതായത് സഭ ഒരു ആഗോളമായ ഔട്ട്റീച്ചിൽ, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രവർത്തനത്തിൽ ദൈവത്തിന്റെ ജനം ഏർപ്പെടുന്നു. അത് ഗ്രേറ്റ് കമ്മീഷന്റെ പ്രൊക്ലമേഷനാണ്, ഗ്രേറ്റ് കമാൻഡ്മെന്റിന്റെ സർവീസുമാണ്. അപ്പൊ ഗ്രേറ്റ് കമ്മീഷന്റെയും ഗ്രേറ്റ് കമാൻഡ്മെന്റിന്റെയും പ്രൊക്ലമേഷനും സർവീസുമാണ് സഭയുടെ ഔട്ട്റീച്ചിൽ സാധ്യമാകേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ചും കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. 4ാമത്തെ ഒരു വ്യക്തിയാണ് റോബർട്ട് ഇ കോൾമാൻ. അദ്ദേഹത്തെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും, പുസ്തകങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. റോബർട്ട് ഇ കോൾമാൻ, ROBERT, റോബർട്ട് ഇ കോൾമാൻ, COLEMAN. അദ്ദേഹം US-ലെ, അമേരിക്കയിലെ ഒരു ഗോർഡൻ കോൺവെൽ തിയോളജിക്കൽ സെമിനാരി എന്ന് പറയുന്ന ഒരു സെമിനാരിയുടെ ഇവാഞ്ചലിസം ആൻഡ് ഡിസൈപ്പിൾഷിപ്പിന്റെ പ്രൊഫസറായിരുന്നു. ബില്ലി ഗ്രഹാമുമായിട്ട് ചേർന്ന് അദ്ദേഹം ഇന്റർനാഷണലി സ്കൂൾ ഓഫ് ഇവാഞ്ചലിസത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഇവാഞ്ചലിസം. ഇതാണ് ഇതിന്റെ പല വേർഷൻസ് ഉണ്ട്, നിങ്ങൾ ഒരു പക്ഷേ കണ്ടു കാണുമായിരിക്കും. ദ മാസ്റ്റർ പ്ലാൻ ഓഫ് ഇവാഞ്ചലിസം കാണാമല്ലോ. ഇതിന്റെ ഒരുപാട് എഡിഷൻസ് വേറെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു മലയാളം ഉണ്ടോ എന്ന് സംശയമാണ്. മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാസ്റ്റർ പ്ലാൻ ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷീകരണത്തിന്റെ ദൈവിക പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചും അതിൻ്റെ പ്രോഗ്രാമുകളെ കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് പറയുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ കാലഘട്ടത്തെ സ്വാധീനിച്ച ഒരു വലിയ മിഷൻ തിയോളജിയനാണ് റോബർട്ട് ഇ കോൾമാൻ. അദ്ദേഹം ഒരുപാട് കോട്ട്സ് ഈ മിഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വൺ ലിവിങ് സെർമൺ ഈസ് വർത്ത് 100 എക്സ്പ്ലനേഷൻസ്. ഒരു ജീവിക്കുന്ന പ്രസംഗം, ജീവിതത്തിലൂടെ കാണിക്കുന്ന ഒരു പ്രസംഗം 1000 എക്സ്പ്ലനേഷൻസിനെക്കാട്ടിലും പ്രധാനമാണ്. പീപ്പിൾ ആർ
ലുക്കിംഗ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ, നോട്ട് ആൻ എക്സ്പ്ലനേഷൻ. ആളുകൾ വലിയ വിശദീകരണങ്ങളൊന്നുമല്ല, ആളുകൾക്ക് മാതൃകയാണ് കാണേണ്ടത്. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ജീവിത മാതൃകയുള്ളവരെയാണ് വേണ്ടിയത്, കൂടുതൽ വാചാലമായി പ്രസംഗിക്കുന്നവരെ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ചും കൂടെ നമുക്ക് മിഷൻ പഠനത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 4 പേരുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട വ്യക്തികളായതുകൊണ്ടാണ് ഞാൻ അവരുടെ പേരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ പ്രധാന കോൺട്രിബ്യൂഷൻസ്, അവരുടെ ചിന്തകൾ, ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇനി മിഷൻ എന്ന് പറയുന്ന കാര്യം, മിഷൻ നമ്മൾ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ് മിഷൻ. മിഷനിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് മിഷൻ എന്ന് പറയുന്ന വാക്ക് പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. മിഷൻ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഉൽപ്പത്തി MITTO, മിറ്റോ, MITTO, മിറ്റോ, മിറ്റോ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന്, MITTO, മിറ്റോ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് മിഷൻ എന്നുള്ള പദമുണ്ടായത്. ഇതിന്റെ അർത്ഥം അയക്കുക എന്ന്, ഇതിന്റെ അർത്ഥം അയക്കുക എന്ന്. ഇപ്പൊ ഗ്രീക്ക് ഭാഷയിലെ അപ്പോസ്റ്റല്ലോ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അപ്പോസ്തലൻ എന്നുള്ള വാക്കുണ്ടായത്. അതിന് സമാനമായ പദമാണ് മിറ്റോ. അപ്പോസ്റ്റലോയ്ക്ക് സമാനമായ പദമാണ് മിറ്റോ. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ഒരു സന്ദേശവുമായി അധികാരപ്പെടുത്തി നിയോഗിച്ച് അയക്കുന്നതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത്. അപ്പൊ മിഷന്റെ യഥാർത്ഥത്തിലുള്ള ഒരു നിർവചനം അതാണ്. അപ്പൊ സഭ എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ പദ്ധതി, അതിനെക്കുറിച്ച് നാം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിനായി ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സമൂഹമാണ് സഭ. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവിടെ 2 മിഷൻസ് കാണാം. ഒന്ന് പിതാവ് പുത്രനെ അയച്ച മിഷൻ, പുത്രൻ ശിഷ്യന്മാരെ അയക്കുന്ന മിഷൻ. അപ്പം കർത്താവ് പിതാവായ ദൈവം തന്റെ പുത്രനെ എങ്ങനെയാണോ ലോകത്തിലേക്ക് അയച്ചത്, അല്ലെ, നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം അറക്കപ്പെട്ട കുഞ്ഞാടാണ് ക്രിസ്തു, അല്ല, ഉൽപ്പത്തി പുസ്തകം മുതലേ ദൈവം വാഗ്ദാനം ചെയ്തിരുന്നു ഒരു രക്ഷകനെ. അങ്ങനെ വളരെ ഒരുക്കപ്പെട്ട് വളരെ പ്രവചനങ്ങളിലൂടെയൊക്കെ ദൈവം സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷം തിരുവെഴുത്തുകളിൻ പ്രകാരം കാലസമ്പൂർണത വന്നപ്പോൾ പുത്രൻ കന്യകയിൽ ജനിക്കുകയും താന് ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി മരിക്കുകയും ചെയ്തു. സോ അതൊരു നിത്യത മുതലുള്ള ഒരു ഒരുക്കമായിരുന്നു എന്ന് നമുക്ക് കാണാം. അത് മാത്രമല്ല, അതൊരു ത്യാഗമായിരുന്നു, അതൊരു സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ എത്രമാത്രം പദ്ധതിയോടുകൂടിയും എത്രമാത്രം ആസൂത്രണത്തോടുകൂടിയും എത്രമാത്രം ലക്ഷ്യബോധത്തോടും കൂടിയാണ് പുത്രനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്, അതേപോലെ അതേ ഗൗരവത്തോടെ അതേ നിയോഗത്തോടെ ആണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുന്നത്. അതിനേക്കാൾ കുറഞ്ഞ ഒരു ദൗത്യമല്ല. നമുക്ക് വീണ്ടെടുക്കുവാൻ ക്രൂശിക്കപ്പെടുക എന്നുള്ള ഒരു കാര്യം അവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ.
പക്ഷെ ആ ക്രൂശിന്റെ വചനവുമായി ലോകത്തെ രക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ മിറ്റോ ആണ് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച സഭയുടെ ദൗത്യം എന്ന് പറയും. അപ്പം ഇവിടെ സഭ എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം, ദൈവം എന്താണ് സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിഷൻ എന്ന് പറയുന്നത് ഇവാഞ്ചലിസം അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ അത് പിന്നീട് നമുക്കത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മിഷൻ ഈസ് നോട്ട് ഇവാഞ്ചലിസം. മിഷന്റെ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് മിഷന്റെ ഒരു പാർട്ടാണ്. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് മിഷന്റെ ഒരു പാർട്ടാണ്. എന്നാൽ അവിടെ ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഒരു പ്രൊക്ലമേഷനേക്കാൾ ഉപരിയായി സമൂഹത്തിന് വേണ്ടി അയക്കപ്പെടുന്ന സഭയുടെ ദൗത്യം വളരെ വിശാലമായ അർത്ഥത്തിലാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് സഭ എന്നുള്ള ആ ഒരു പേര് തന്നെ നമുക്ക് ഒരു നിമിഷം, നമുക്കറിയാം സഭയുടെ ഗ്രീക്ക് പദം എന്തുവാണ്, അതിന്റെ അർത്ഥം എന്താണ്, ഇതെല്ലാം നമുക്ക് ഓൾറെഡി വി നോ ദാറ്റ്. അപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ സഭയ്ക്ക് പറയുന്ന പേരെന്തുവാണ്? ചർച്ച്. ചർച്ച് അല്ലെ? ചർച്ചിൽ പോവുകയാണ്, പള്ളിയിൽ പോവുകയാണ്, ചർച്ചിൽ പോവുകയാണ്. അപ്പൊ ചർച്ച് എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തിന് നമ്മൾ കേരളത്തിൽ വന്നപ്പോൾ പള്ളി എന്നാണ് പറയുന്നത്. ഈ പള്ളി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള ഒരു പദമാണ്. അത് മലയാളം ബൈബിള് പരിഭാഷപ്പെടുത്തിയപ്പോഴും സിനഗോഗുകളെ യഹൂദന്മാരുടെ പള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മലയാള ഭാഷയിൽ കൂടി വന്ന ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ചും യഹൂദന്മാർക്കും ഇസ്ലാമികൾക്കും ക്രൈസ്തവർക്കും ഉള്ള സ്ഥലങ്ങളെയാണ് പിൽക്കാലത്ത് പള്ളി എന്ന് പറഞ്ഞു വന്നത്. പക്ഷേ ഈ പള്ളി എന്ന് പറയുന്ന കാര്യം ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധവിഹാരങ്ങളെ, ബുദ്ധ ആരാധനാ കേന്ദ്രങ്ങളെ പല്ലി എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പുരാതന ഭാഷയിൽ. അപ്പൊ അതിനുശേഷം അത് പള്ളി എന്നുള്ള ശബ്ദത്തിലായി. അപ്പൊ ആ ഒരു പദമാണ് പിന്നീട് ബൈബിളിലേക്ക് ഈ പള്ളി എന്നുള്ള ശബ്ദത്തിൽ പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പോവുകയാണ് എന്ന് പറയുന്നത്. ഈ ആ ഒരു പദത്തിന്റെ ഇംഗ്ലീഷ് പദം, യഹൂദന്മാരുടെ പള്ളിയാണെങ്കിൽ സിനഗോഗ് എന്ന് പറയും, ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ ചർച്ച് എന്ന് പറയും. ഈ ചർച്ച് എന്നുള്ള പദം ആരാധനയ്ക്കായി കൂടി വരുന്ന, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന പദവും ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദവും തമ്മിൽ വ്യത്യാസമുണ്ട്. ചർച്ച് എന്നുള്ള ആ ഒരു പദമാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം അതല്ല. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം എക്ലീഷ്യോ എന്നുള്ള പദമാണ് സഭയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ എക്ലീഷ്യ എന്നുള്ള പദത്തിന്റെ തുല്യമായ പദമല്ല ചർച്ച്. അപ്പൊ ചർച്ച് എന്ന് നമ്മൾ ദൈവശാസ്ത്രപരമായി, ദൈവികമായി, വേദപുസ്തകപരമായി ഉദ്ദേശിക്കുന്ന അർത്ഥം ഏതിന് കിട്ടുന്നില്ല? ചർച്ചിന് കിട്ടുന്നില്ല. അപ്പൊ ചർച്ച് എന്നുള്ള ആ ഒരു പദത്തിന്റെ ഗ്രീക്കിൽ നിന്നുള്ള റൂട്ട് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ കുറിയാക്കോൺ എന്നൊക്കെ പറയുന്ന പോലെയുള്ള കർത്താവിന്റെ വക എന്നുള്ള അർത്ഥത്തിലുള്ള, അതിൽ നിന്നാണ് ഈ ക്രിക്കെ എന്നുള്ള കർച്ച് എന്നുള്ള പദം വന്നു. അതിൽ നിന്നാണ് ചർച്ച് എന്നുള്ള പേര് വന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചർച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന കെട്ടിടത്തെയാണ്. ചർച്ച് എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ അങ്ങനെയൊരു അർത്ഥം കൊടുത്തിട്ടില്ല.
അങ്ങനെ ഒരു അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നീടുള്ള ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു കെട്ടിടത്തെ ഉദ്ദേശിച്ച് ചർച്ച് എന്ന് പറയുന്നെങ്കിലും സഭ എന്ന് പറയുന്നത് പള്ളിയല്ല, സഭ എന്ന് പറയുന്നത് ചർച്ച് അല്ല. അപ്പൊ പിന്നെ എന്താണത്? അതാണ് നമ്മൾ എക്ലീഷ്യോ, എക്കലയോ, എക്കലയോ, എക്ലീഷ്യോ, എക്ലീഷ്യ ഇങ്ങനെ പറയുന്ന പ്രയോഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. എക്ലീഷ്യ എന്നുള്ള പ്രയോഗം യഥാർത്ഥത്തിൽ വിളിച്ചു വേർതിരിക്കുക. ഇത് പാഷൻ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട്, ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് പാഷൻ ട്രാൻസ്ലേഷൻ. അത് ഇച്ചിരി നാട്ടിലുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ ഒരു കോപ്പി ഒരാൾ തന്നു. ഞങ്ങളൊരു ട്രാൻസ്ലേഷൻ വർക്കിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് അവർക്ക് വന്നു. അപ്പൊ അതിനകത്ത് എന്നെ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എക്ലീഷ്യ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥത്തിലുള്ള കോണ്ടെക്സ്റ്റൽ മീനിങ് എന്താണെന്ന് അതിനകത്ത് ഫുട് നോട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്ലീഷ്യ എന്ന് പറയുന്ന ആ ഒരു പദം ഈ അന്നത്തെ ഭരണ നിർവഹണത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ ഇന്നത്തെ നിയമസഭ പോലെ നിയമസഭ എന്ന് പറയുന്നത് പല ഇടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ഒരു സംഘമാണ്. അവർക്കൊരു ദൗത്യമുണ്ട്, നിയമനിർമ്മാണമാണ്. ക്രമസമാധാന പാലനവും നിയമനിർമ്മാണവും രാഷ്ട്രനിർമ്മാണവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ഇടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി എവിടെ കൊണ്ടുവരും? നിയമസഭയിൽ കൊണ്ടുവരും. അതാണ് നിയമസഭ സമ്മേളിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അപ്പൊ അവര് ഈ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധികളായിട്ടാണ് അവരവിടെ പോകുന്നത്. അപ്പൊ അങ്ങനെ അവരെ തിരഞ്ഞെടുത്ത് വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ആക്കുന്ന പദമാണ് എക്ലീഷ്യ എന്ന് പറയുന്നത്. അത് സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതല്ല. എക്ലീഷ്യ എന്ന് പറയുന്നത് സെക്കുലർ പൊളിറ്റിക്കൽ വേൾഡിൽ ഉപയോഗിച്ചിരുന്ന പദമാണ്. പക്ഷെ അതേ ദൗത്യമാണ് ഇവിടെ എക്ലീഷ്യായ്ക്ക്, സഭയ്ക്ക് വന്നിരിക്കുന്നത്. സഭ എന്ന് പൗലോസും ഒക്കെ എഴുതുമ്പോൾ, കർത്താവ് സൂചിപ്പിക്കുമ്പോൾ ആ ഒരു ചിത്രമാണ് അവരുടെ മനസ്സിൽ. ഒരു പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ, അതാണ് എക്ലീഷ്യ. അപ്പൊ ആ ഒരു അർത്ഥം നമുക്ക് എവിടെ കിട്ടുന്നില്ല? ചർച്ച് എന്നുള്ള ശബ്ദത്തിൽ കിട്ടുന്നില്ല. അപ്പൊ എക്ലീഷ്യ എന്നുള്ള, നിങ്ങൾ ഒരു അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ ആർക്കെങ്കിലും? ആക്ട്സ് 19:30. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറെ ശിഷ്യന്മാർ അവനെ വിട്ടില്ല. അല്ലേ? ദേശാന്തികളായി നടക്കുന്ന ജനസമൂഹം അല്ല, അവിടെ തന്നെയാണ്. അവിടെ 32-ാമത്തെ വാക്യം. ജനസംഘം കലക്കത്തിലായി മിക്ക പേരും വന്നുകൂടിയ സംഗതി എന്തെന്ന് അറിയാകിയാൽ ചിലർ അങ്ങനെയും ചിലരിങ്ങനെയും ആർത്തു. അപ്പൊ അവിടെ ഒരു ജനസമൂഹത്തെ കാണുവാൻ കഴിയും. പൗലോസ് ജനസമൂഹത്തിൽ ചെല്ലുവാൻ ഭാവിച്ചാറ്. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്. 29-ൽ പറഞ്ഞിരിക്കുന്നു, 30-ൽ പറഞ്ഞിരിക്കുന്നു. 30-ൽ പറഞ്ഞിരിക്കുന്ന പദം ജനസമൂഹത്തിൽ, ജനസമൂഹം. 32-ൽ പറഞ്ഞിരിക്കുന്ന ജനസംഘം അങ്ങനെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് യഥാർത്ഥ ജനസംഘം, ഒരുമിച്ച് കൂടുന്ന, വിളിച്ച് പ്രത്യേകമായി കൂട്ടിയിരിക്കുന്ന സമൂഹത്തെയാണ് എക്ലീഷ്യ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ ക്വഹാൽ എന്നുള്ള പദമാണ്. ക്വഹാൽ QAHAL, ക്വഹാൽ എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു പദം സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് ആ ഒരു പദം കാണാം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ.
വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക. അടുപ്പ് ആ, പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ ആ, പുറപ്പെടുവിക്കാനും ഉതകേണം. ആ. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും ഉതകേണം. 7-ാമത്തെ വാക്യത്തിൽ സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരധ്വനി ഊതരുത്. പുറപ്പാടുകൾക്കായി ഗംഭീരധ്വനി ഊതണം, സഭയെ വിളിച്ചു കൂട്ടുവാൻ വേണ്ടി ഗംഭീരധ്വനി ഊതരുത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാഹളം മുഴക്കുമ്പോൾ ദൈവജനം കൂടി വരും. കാഹളം മുഴക്കുമ്പോൾ ദൈവജനം കൂടി വരുന്നത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കേൾക്കുവാനാണ്. ഉച്ചത്തിൽ അത് ഊതുമ്പോൾ അവർ പാളയം അടിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും പുറപ്പെടുവാനുള്ള സൂചനയാണ്. അപ്പോൾ ഇങ്ങനെ കൂടി വരുന്ന, വിളിച്ചു വേർതിരിക്കുന്ന, കാഹളധ്വനി കേൾക്കുമ്പോൾ ഓടിക്കൂടുന്ന അല്ലെങ്കിൽ വിളിച്ചു വേർതിരിക്കുന്ന ആളുകളെയാണ് കൊഹാൽ എന്നുള്ള പദം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടി വരുന്ന ജനം, വിളിച്ചു കൂട്ടി വരുന്ന ജനം എന്ന് നമുക്ക് കാണുക. അപ്പം പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക അധികാരമുള്ള, നിയോഗമുള്ള ഒരു ജനത്തെയാണ് നമുക്ക് ഈ ഒരു പദം കൊണ്ട്, ഈ സമാനമായ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് ചർച്ച് അല്ല. ചർച്ച് എന്ന് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് സഭയെയും സഭാ കെട്ടിടത്തെയും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും. എന്നാൽ പുതിയ നിയമത്തിൽ സഭ എന്ന് പറയുന്നത് എക്ലീഷ്യയാണ്, പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി വേർതിരിക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇനി എന്താണ് ആ ഉദ്ദേശം എന്നുള്ളതാണ് മിഷനുമായി ബന്ധപ്പെട്ട കാര്യം. പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടി വേർതിരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി ആണ് ദൈവം വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവം സഭയെ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്? അപ്പൊ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ വിളി എന്തിനു വേണ്ടിയായിരുന്നു? കർത്താവ് എന്തിനു വേണ്ടിയാണ് നമ്മെ വിളിച്ചത് എന്ന് ആ കാര്യങ്ങളുടെ ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ നാം ഈ മിഷൻ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, സഭയുടെ ദൗത്യത്തിൽ നാം പറയുമ്പോൾ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് മിഷന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. മിഷൻ എന്നുള്ള പദം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? മിഷൻ അല്ലേ? അത് നമ്മുടെ സെക്കുലർ വേൾഡിലും പൊളിറ്റിക്കൽ വേൾഡിലും നമ്മൾ മിഷൻ കേൾക്കാറുണ്ട്. മിഷൻ, ഒരു മാനേജരും ഒരു കോർഡിനേറ്ററും തമ്മിലുള്ള വ്യത്യാസമാണ്. മാനേജർ എന്ന് പറയുന്ന ആൾ ഉള്ള കാര്യത്തെ അവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പദം നമ്മൾ കേൾക്കുമ്പോൾ ഇമ്മൂവബിൾ ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷൻ, ചലനമില്ലാത്ത ഒരു പൊസിഷൻ. കോർഡിനേറ്റർ എന്നോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറയുന്ന ഉടനെ കുറച്ചും കൂടെ ക്രിയാത്മകമായ, ആക്റ്റീവായ ഒരു പ്രവർത്തനം നമ്മുടെ മനസ്സിൽ തന്നെ വരും. കോർഡിനേറ്ററാണ്, ഓടി നടക്കുകയാണ്, അവരെ വിളിക്കുന്നു, ഇവരെ വിളിക്കുന്നു, ആ കാര്യം അറേഞ്ച് ചെയ്യുന്നു, ഈ കാര്യം അറേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെയെല്ലാം പോവുകയാണ്. മാനേജരോ ഈ കാര്യമെല്ലാം ചെയ്തോന്ന് നോക്കിക്കൊണ്ട് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, മിഷൻ എക്സ്പ്രസസ് ദി ഐഡിയ ഓഫ് മൂവ്മെന്റ്. Mission expresses the idea of movement because it is all about sending and being sent. മിഷൻ എന്ന് പറയുന്ന കാര്യം ഒരു മൂവ്മെന്റ് ആണ്. കാരണം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
അയക്കുകയും അയക്കപ്പെടുകയുമാണ്. അയക്കുകയും അയക്കപ്പെടുകയും. അതാണ് കർത്താവ് പറഞ്ഞത്, ആസ് ദ ഫാദർ സെൻഡ് മീ സോ ഐ സെൻഡ് യു. പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന് കർത്താവ് പറയുകയുണ്ട്. അപ്പം മിഷന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതിനേക്കാൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു ഇൻവോൾവ്മെന്റ് ആണ് അതിനകത്തുള്ളത്. ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദി ആക്ടിവിറ്റി ഓഫ് മേക്കിംഗ് പീപ്പിൾ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ആളുകളെ കർത്താവിന്റെ ശിഷ്യന്മാരാക്കി തീർക്കുന്ന പ്രക്രിയയാണ്. എങ്ങനെയാണ്? ബൈ ദ പ്രൊക്ലമേഷൻ ഓഫ് ദി ഗോസ്പൽ. സുവിശേഷത്തിന്റെ പ്രഖ്യാപനത്തിലൂടെ ആളുകളെ കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നതാണ് ഇവാഞ്ചലിസം. അപ്പം ഇവാഞ്ചലിസം എന്നുള്ള ആ ഒരു പദം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ വേർഡ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ പ്രൊട്ടസ്റ്റന്റ്സ് ആൻഡ് ദോസ് കണക്റ്റഡ് വിത്ത് ദി വേൾഡ് ഇവാഞ്ചലിസം അല്ലെങ്കിൽ വേൾഡ് ചർച്ച് കൗൺസിൽസിന്റെ ഒക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മിഷൻ എന്ന് പറയുന്നത്, ദ മിഷൻ ഈസ് ദ വേ ഇൻ വിച്ച് ദ ചർച്ച് ഈസ് സെൻഡ് ഔട്ട് ഇൻ ടു ദ വേൾഡ്. ദാറ്റ് ഈസ് ദ വേസ് ഇൻ വിച്ച് ഇറ്റ് മൂവ്സ് ഔട്ട് ബിയോണ്ട് ഇറ്റ് സെൽഫ്. അപ്പം ഒരാളിനെ നമ്മൾ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു സുവിശേഷ പ്രഖ്യാപനം നടത്തി ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഇവാഞ്ചലിസത്തിൽ നിന്ന് വ്യത്യസ്തമായി മിഷൻ എന്ന് പറയുന്നത് ചർച്ച് ഈസ് സെൻഡ് ഔട്ട് ഇൻ ടു ദ വേൾഡ്. സഭ തന്നെ മുഴുവനായി ലോകത്തിലേക്ക് ഇടപെടുകയാണ്, ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. Mission does not include activities like teaching, worship, brotherly love, renewal. It is represented by two circles of diagram. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ചർച്ചിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും പ്രതിഫലിപ്പിക്കുന്നില്ല. അപ്പം അത് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സഭയ്ക്ക് എന്തെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മൾ പെന്തക്കോസ്റ്റൽ ബ്രദറൻ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധികം നമ്മൾ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല അല്ല. എന്നാൽ ഈ കാത്തലിക് ചർച്ചിന്റെ മിഷൻ മൂവ്മെന്റുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ സർവീസസ്, എഡ്യൂക്കേഷണൽ സർവീസസ്, അതുപോലെ ആതുര സേവന മേഖലകൾ ഒക്കെ നമുക്ക് ഒരുപാട് കാണുവാൻ കഴിയും. അപ്പൊ സമൂഹത്തുമായി മിയർലി പ്രൊക്ലമേഷൻ അല്ല അവിടെ കാണിക്കുന്നത്, മറിച്ച് അവരുടെ ആ പ്രൊക്ലമേഷൻ അവരുടെ ലൈഫിലൂടെ അവരെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്ന ബാപ്റ്റിസ്റ്റ് മിഷൻസ് ഉണ്ട്. ഗ്രഹാം സ്റ്റെയിൻസ് ഒക്കെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളുകളായിരുന്നു, നമുക്കറിയാം. അപ്പൊ ഈ ഒരു പ്രവർത്തനം പലപ്പോഴും നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പലയിടങ്ങളിലും നമ്മുടെ മിഷൻസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്കൂളുകൾ നടത്തുന്നുണ്ട്, അനാഥശാലകൾ നടത്തുന്നുണ്ട്, ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ഒക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കാരണം നമുക്ക് കഴിയുന്ന പ്രാപ്തി പോലെ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ചർച്ചിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ്, ഇന്ന് ആ ഒരു പ്രവർത്തനത്തെയാണ് ഭാരതത്തിലുള്ള ആളുകൾ വളരെയധികം സംശയത്തോടെ വീക്ഷിക്കുകയും ഇതെല്ലാം കൺവേർഷന് വേണ്ടിയാണ് എന്ന് പറയുകയും സുവിശേഷകരെയൊക്കെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നമുക്കറിയാവുന്ന കാര്യമാണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷെ അതിനൊന്നും സഭയുടെ മിഷനെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. സഭയുടെ മിഷനെ ഒരിക്കലും മനുഷ്യനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇതൊരു ഹ്യൂമൻ എന്റർപ്രൈസസ് അല്ല, ഹ്യൂമൻ ഇനീഷ്യേറ്റീവ് അല്ല. മനുഷ്യൻ ആരംഭിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മനുഷ്യന് നിർത്താൻ കഴിയും. പക്ഷെ ഇതിന്റെ ഒറിജിൻ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പിതാവായ ദൈവം പുത്രനെ അയച്ചതുപോലെ പുത്രൻ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയച്ചു എന്ന് പറയുമ്പോൾ മിഷൻസിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ കണ്ടിന്യൂറ്റിയാണ്. ദൈവിക ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവ പദ്ധതിയിൽ നാം പങ്കുചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഓണർ ദൈവമാണ്,
അതിന്റെ പ്രചോദനം ദൈവമാണ്, അതിന്റെ ശക്തി ദൈവമാണ്, അതിന് ഫലം നൽകുന്നത് ദൈവമാണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടും മിഷൻസിന്റെ എല്ലാ ഫ്രൂട്ട്സും ദൈവമാണ് പ്രദാനം ചെയ്യുന്നത്. മനുഷ്യൻ അതിന്റെ ശുശ്രൂഷകര് മാത്രമാണ്. മനുഷ്യൻ അതിന്റെ ഉപകരണങ്ങൾ, ദൈവകരങ്ങളിലെ ഉപകരണങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ അതിന്റെ ഉദാഹരണമാണ് കർത്താവ് ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വന്നു. പക്ഷെങ്കിൽ കർത്താവിന്റെ ആ ദൗത്യത്തെ സ്റ്റോപ്പ് ചെയ്യുവാൻ സകല അന്ധകാര ശക്തികളും, സകല രാഷ്ട്രീയ ശക്തികളും, സകല മതശക്തികളും, സകല ലോകശക്തികളും എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. കർത്താവ് ജീവിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ഭരണാധിപന്മാർ എത്രയോ കുഞ്ഞുങ്ങളെയാണ് കൊന്നത്. കർത്താവ് ക്രൂശിലേക്ക് നടക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പദ്ധതികൾ ചെയ്തു. ക്രൂശീകരണം നടക്കരുത്, ക്രൂശീകരണം വേദനാജനകമാണ്. പത്രോസ് പോലും പറഞ്ഞു, കർത്താവെ നിനക്ക് അങ്ങനെ ഭവിക്കരുത്. പക്ഷേ കർത്താവിന്റെ ഉദ്ദേശം അതായിരുന്നു. അവിടുത്തെ ഹിതം പോലെ നടക്കട്ടെ എന്ന് ഗത്സമനയിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് ആ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി നടന്നെടുക്കുന്നത് നമുക്ക് കാണാം. ഒരു പക്ഷേ ക്രൂശീകരണ സമയത്ത് ക്രൂശും എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം കർത്താവിന് കുരിശും വഹിച്ചുകൊണ്ട് നടക്കുവാൻ പറ്റത്തില്ലായിരുന്നു. അത്രമാത്രം അടികൊണ്ട് ക്ഷീണിതനായി ആ ഭാരമുള്ള കുരിശ് ചുമക്കുവാൻ വയ്യാതെ തളർന്നു വീഴുവാൻ തുടങ്ങുകയാണ്. അവിടെയും സാത്താൻ ഒരു പക്ഷെങ്കിൽ ക്രൂശീകരണം സംഭവിക്കാതെ മരിച്ചു പോകുവാൻ ഉള്ള ഒരു ശ്രമം നടത്തി കാണും. പക്ഷേ കുറേനക്കാരനായ ഒരു ശീമോനെ അവർ വിളിച്ച് അവനെ കൊണ്ടും കൂടെ ആ കുരിശിന്റെ ഒരു ഭാഗം ചുമപ്പിച്ച് ഗോൽഗഥയിലേക്ക് പോയി അവിടെ കർത്താവിന്റെ ക്രൂശീകരണം സംഭവിക്കുന്നു. ക്രൂശീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനുള്ള പദ്ധതികളാണ് നോക്കി. ഉയർത്തെഴുന്നേൽക്കാതിരിക്കാനുള്ള പദ്ധതി, ഒരു വലിയ കല്ലും ഒരു മുദ്രയും ഒക്കെ അവിടെ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത്. ഒരാള് പറഞ്ഞത് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു എന്ന് മറിയൊക്കെ ചെന്നപ്പോൾ കണ്ടെന്ന് പറയുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം കേട്ടപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മുദ്ര പൊട്ടിക്കാതെയാണ് കർത്താവ് എന്ത് ചെയ്തത്, പുറത്തു വന്നതെന്ന്. നമ്മൾ റോമൻ മുദ്രയെ ഭേദിച്ചുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒക്കെ അത് ശരിയായിരിക്കാം. എന്നാൽ കർത്താവിന് ആ മുദ്രയെ പൊട്ടിക്കാതെ തന്നെ എന്ത് ചെയ്യാം, പുറത്തു വരാം. എന്തെല്ലാം ശക്തികൾ, എന്തെല്ലാം എതിർപ്പുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ. പക്ഷെങ്കിൽ അവസാനം ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അപ്പൊ മിഷൻസ് ദൈവത്തിന്റെ പദ്ധതിയാണ്. കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചതാണ്. കർത്താവിനെ ദൈവം അയച്ചതുപോലെ ഫലമേൽപ്പിച്ച് അയച്ച ഒരു പദ്ധതിയായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ആ മിഷൻസിന്റെ പ്രോബ്ലംസ്, അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ റിസോഴ്സസ്, ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായി നമ്മൾ വ്യാകുലപ്പെടുകയല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഇൻട്രഡക്ടറി പാർട്ട് നമുക്ക് പഠിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് തരികയാണ്. 5 മിനിറ്റ്സിന് ശേഷം നമുക്ക് ആരും ചായ കുടിക്കാൻ പോകുന്നില്ലേ? സൂസൻ സിസ്റ്റർ ചായ കുടിക്കാൻ പോകുന്നില്ലേ? ഓ, ചായ ഇനി ഉണ്ടാക്കണം. ആരാ കഴിയും? ആരെങ്കിലും ഇട്ട് കൊണ്ടു തരാനുണ്ടെങ്കിൽ വലിയ കാര്യം. എനിക്ക് കിട്ടി, അതുകൊണ്ടാ ചോദിച്ചത്. നല്ല സാക്ഷിയായിരുന്നു കേട്ടോ, നല്ല അനുഗ്രഹിക്കപ്പെട്ട. സ്തോത്രം, സ്തോത്രം. എന്നാ പറയുന്നു നിമേസി? 2-3 ദിവസമായിട്ട് എവിടെ ആയിരുന്നു? അറിയത്തില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പനി. ഓക്കെ, സീന പറയുന്നു സീന അങ്ങ് മറക്കുകയെന്നാ പറഞ്ഞേ. ചള്ളി കട എപ്പോഴാ തുറക്കണ്ടേ? കേക്കത്തില്ലടാ. മ്യൂട്ടാ. പ്രബോധനായോണ്ട് 4:30 തുറന്നാൽ മതി, അല്ലെ 4 മണിക്ക് തുറക്കണം. ഓക്കെ, എന്തുകൊണ്ട്? സുഖം.
സഭാ ശുശ്രൂഷയുണ്ടോ കർത്താവിന്റെ ദാസന്? ഉണ്ട് പേരെന്തുവാ? ഉണ്ട് ചാർലി ചാർലി എവിടെയാ കർത്താവിന്റെ ദാസൻ? ഞാൻ കുവൈറ്റില്ല. കുവൈറ്റ്. ആ. അപ്പൊ ഇതിനകത്ത് അവിടെ പേര് ഇപ്പൊ എഴുതണം എത്ര കേട്ടോ. മണി? കേക്കുന്നില്ലേ? കേക്കുന്നില്ലേ? കേൾക്കുന്നു. ഉം. കേക്കാം കേക്കാം. അതെല്ലേ പേരെഴുതണം. ഇത് ആ ഫോണിന്റെ അത് പിന്നെ ഈ ഫോൺ മാറ്റണം നാളെ. അടുത്ത ക്ലാസ് ലാപ്ടോപ്പിലാക്കാം. ഫോണിൽ ക്ലിയർ അല്ല. എന്തോ? അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് മേഴ്സി? അമ്മച്ചിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. അല്ലടാ ആ ഇടാന്നാ വരുന്ന എനിക്കറിയത്തില്ല. അദ്ദേഹം എന്നോടല്ലേ ചോദിച്ചേ? അല്ല, മേഴ്സി മനോജ്. സൈമൺ സാറിന്റെ അമ്മച്ചിക്ക് അമ്മ എങ്ങനെയുണ്ട്? അമ്മച്ചി ഒത്തിരി ദിവസം കൂടി ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഇച്ചിരി ചോറ് കഴിച്ചു. ഓഹോ, 2-3 ആഴ്ച ചായ കൊടുത്തപ്പോ അത് തുപ്പി ദൂരെ കളഞ്ഞു. പക്ഷെ ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് അറിയാതെ കഴിച്ചതായിരിക്കും. എന്തോ സംഭവിച്ചതാ. മേഴ്സി മനോജ് നമ്മുടെ പിന്നെ സൈമൺ സാറിന്റെ പെങ്ങളാണ്, ഇളയ പെങ്ങളാ. കിടങ്ങന്നൂക്കാരായിരുന്നു സൈമൺ സാറൊക്കെ നമ്മുടെ ഏറിയ. സുസമയാന്റി ചാർലി എന്ന് പറയുന്ന മാലക്കര ഉള്ളതാണോ? അതെ അതെ, ഇരിക്കുന്ന കണ്ടില്ലേ ചാർലി മാലക്കര. ഷായിച്ചാന്റെ ചേട്ടനാണോ? ഷാജി. ആ ആ ആ ഷാജിയുടെ ചേട്ടൻ. എന്റെ നാത്തൂന്റെ അമ്മാച്ചന്റെ മോനാ. ആര്? ഷാജി ചാർലി. ആ പനതിട്ട ഓക്കേ. ലിസി ആള് പോയോ? വേണ്ടിയിരിക്കുന്നു. കിടങ്ങന്നൂരുള്ള ലിസിയെ അറിയോ? ഏത് ലിസി? പനന്തിട്ടയിലെ ലിസി. പനന്തിട്ട. ചാർലിക്ക് അറിയാം? പിന്നെ അറിയത്തില്ല. മാവിയ എന്റെ നാത്തൂന്റെ അമ്മ. മ്യൂട്ട് ഓൺ ചെയ്തിട്ട് പറയടാ. സൂസൻ എന്നായിരുന്നോടി വാചകം അടിക്കുന്നത്? ഓ ചാർലി മ്യൂട്ട് ചെയ്തിട്ടേ. ചാർലിയുടെ ബന്ധവാ മേഴ്സി മനോജ്, സൈമൺ സാറ്, മാവിയുടെ ഒക്കെയാണ്. ചായ കുടിച്ചോ സീനെ? എന്തൊക്കെ കഴിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. ഞാന് ഇത് കഴിച്ചു. എന്തുവാ ഇത്? പിസ. സിസ്റ്റർ പറഞ്ഞ് പിന്നെ മനോജ് സിസ്റ്റർ പറഞ്ഞ എന്താ പിന്നെ പനന്തിട്ട ആരാന്ന് പറഞ്ഞേ? പനന്തിട്ട സൂസമ്മ ആന്റി അറിയോ? സൂസമാമേ. സൂസ്മാമന്റെ പപ്പാടെ സിസ്റ്ററാ. മൂത്ത മോള് ലിസി എന്റെ മൂന്നാമത്തെ നാത്തൂന. അല്ലെങ്കിൽ സൈമൺ സാറിന്റെ അനുജത്തിയ, അനിയന്റെ ഭാര്യ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. ഓക്കെ. വന്ന് ഇവരെല്ലാം നമ്മളാ വിട്ടു. എന്നാലും എവിടെ ഇപ്പം സിസ്റ്ററൊക്കെ എവിടെ ഇപ്പം? ഏത് സ്ഥലത്താ? എന്നെ കല്യാണം കഴിച്ചത് കുട്ടനാട്ടിലാ. ഞങ്ങള് ഇപ്പൊ സെറ്റിൽ ആയിരിക്കുന്ന ഇരിങ്ങാലക്കുട, തൃശ്ശൂര്. ഓക്കെ, തൃശ്ശൂർ അല്ലേ? ഓക്കെ ഓക്കെ. പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം. ഷായിച്ചാനെ എനിക്ക് നല്ലതായിട്ട് അറിയാം. നല്ല പരിചയം. ഓക്കെ. എന്റെ ഇളയ ബ്രദറാ ഷാജി. അതെ അതെ. ഈ വർഷം ഒത്തിരി പേര് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ. എവിടെ? ഇവരുടെ വീട്ടിലോ? പിന്നെ അച്ഛാ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഞാനും അമ്മാമയും ഒക്കെ വന്നിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക്, ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അളിയനൊക്കെ ഇപ്പൊ എവിടാ? അവര് ശുശ്രൂഷ എവിടെയാ? അവരിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ജനുവരി വന്നു നാട്ടില്. ഓക്കെ. സൈമൺ സാറിന് അറിയത്തില്ല കേട്ടോ.
സൈമൺ ഏ സാറിന് മനസ്സിലായി. ആയിട്ടില്ല, ആ മനസ്സിലായില്ലെന്ന്. മനസ്സിലായി കാണുകയില്ല. എടങ്ങന്നൂരായിരുന്നു നേരത്തെ, ഇപ്പഴാ ശരി. ആഹാ. തിരുവല്ലയിലോട്ട് പോയി. നമ്മുടെ ആ ഏരിയ, നമ്മുടെ റോഡിൽ കൂടെ അവര് പൊക്കോണ്ടിരുന്നത്. അന്നേരം അവിടെ വന്ന് കാണുമായിരിക്കും ചിലപ്പോ, നമ്മുടെ ചർച്ചിലൊക്കെ വന്ന് കാണും. പഴയ ചർച്ചില്. ഈ സൂസമ്മ ബേബി അറിയാത്തവരാരും ഇല്ലല്ലോ. നിങ്ങൾ തമ്മിൽ എങ്ങനെ ബന്ധം? ഏ സർവ തമ്മിൽ എങ്ങനെ ബന്ധം? സർവ്വവ്യാപിയാണെന്ന് തോന്നുന്നു സൂസമ്മ ബേബി. എടാ പോടാന്നൊക്കെ വിളിക്കുന്ന എന്തോ ബന്ധം അറിയണമായിരുന്നു. അത് ദൈവസ്നേഹമുള്ള മോളെ. ഞങ്ങൾ ഒരു ചർച്ച പോയിട്ട് പോയോ ഇങ്ങനെ? പോയിട്ടില്ല, നാട്ടില്. നാട്ടിൽ ഞങ്ങൾ ഒരു ചർച്ചക്കാരാ. സീനിയർ സിറ്റിസൺ അതുകൊണ്ടായിരിക്കും ഇടാന്ന് വിളിക്കുന്നത്. അബദ്ധത്തിലങ്ങ് വരിക. ഇതിനകത്ത് ഞാൻ ഓർത്തതാ ദൈവദാസനെ എന്ന് വിളിക്കണമെന്ന്, ഓർക്കുന്നില്ല. പേടിച്ചു പോയനെ പുള്ളി. അങ്ങനെ വിളിച്ച് പരിചയിച്ചു പോയടാ, കുഴപ്പം. അങ്ങനെ അങ്ങ് പരിചയം. സോഫിയ സിസ്റ്റർ സീന സിസ്റ്റർ ആദ്യമേ പറഞ്ഞു എല്ലാരും വല്യമ്മമാരാന്ന്. ഞാൻ വല്യമ്മ അല്ല കേട്ടോ. അതെ, മനസ്സിലായി. നിമ്മി അല്ലെന്നുള്ള അറിയാവല്ലോ. ഞാനും മേഴ്സി സിസ്റ്ററും ജോൺസണും ഒക്കെ ചെറുപ്പക്കാരാ. ചാർലി പാസ്റ്റർ ഞാൻ എന്നെ ഉദ്ദേശിച്ച കേട്ടോ പറഞ്ഞു. എല്ലാം കൂടി ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. വചനം പറയുന്നത് നരച്ച തല ബഹുമാനിക്കണമെന്നല്ലേ? നിറച്ചിട്ടില്ല. ഞാനും വല്യമ്മച്ചിയാ. ആര്? സൂസനാൻഡി. സൂസനിലെ സിസ്റ്റർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തല്ലോ ലൈഫിൽ. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പെർസിക്യൂഷനാ, ഭയങ്കര പെർസിക്യൂഷനാ. ചർച്ചെല്ലാം അടച്ചിട്ട് 8 മാസമായി. ശരി. ഞങ്ങളുടെ മോള് കേസെല്ലാം ഉണ്ട്. ആരാധന എന്നും ഓൺലൈൻ ഉണ്ട്, ഡെയിലി ഓൺലൈനാ. സാറ് വന്നു. ഇച്ചിരി ഹാർഡാണല്ലോ സാർ ഈ സബ്ജക്ട്, അല്ലേ സാറേ? അതെ, രാജസ്ഥാനിലെ പിന്നെ UP-യിലെ ഛത്തീസ്ഗഡിലെ ഒക്കെ പല സ്ഥലങ്ങളിലും ആരാധന ഇപ്പൊ നടക്കുന്നില്ല. ഇവിടെ ആന്റി കൺവെൻഷൻ ബില്ലേ ഏറ്റവും 28 സ്റ്റേറ്റ് വെച്ച് ഏറ്റവും ഹാർഡായിട്ടുള്ള ഏറ്റവും നിയമം ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ്, പിന്നെ ജീവപര്യന്തം തടവ്, ബെയിലില്ല. പിന്നെ ഞങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി രൂപ കൊടുക്കണം ഞങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ ഓൾറെഡി സുപ്രീം കോർട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചലഞ്ച് ചെയ്തിട്ട് ഇവർ കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ഇവർ ഒത്തിരി ചെയ്തോണ്ടിരിക്കുക. കാരണം ഇവർക്ക് എവിഡൻസ് കിട്ടുന്നില്ലല്ലോ. എവിഡൻസിന് വേണ്ടി തപ്പിക്കൊണ്ട് നടക്കുക. പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കേട്ടുള്ളൂ. ഇത്ര പെട്ടെന്ന് ഇതുപോലെ ഒന്നും ആകുമെന്നൊന്ന് സ്വപ്നത്തിൽ വിചാരിച്ചു. ചർച്ച നല്ല സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഒത്തിരി ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുവായിരുന്നു. സൈമൺ സാറിന്റെ സ്ഥലം എവിടാ? നമ്മുടെ സാറിന്റെ സ്ഥലം എന്റെയാണോ? അതെ, ആക്ച്വലി ഞാൻ വടശ്ശേരിക്കരക്കാരനാണ്, പത്തനംതിട്ട ജില്ലയില്. ഞങ്ങളിപ്പോ പത്തനംതിട്ട ജില്ലയായിരുന്നു. ഞങ്ങളിപ്പോ താമസിക്കുന്നത് കോട്ടയം ചിങ്ങവനമാണ്. ചിങ്ങവനം. ഓക്കെ. ചിങ്ങവനം പത്തനംതിട്ടയല്ലേ? ചിങ്ങവനം കോട്ടയം ജില്ലയാണ്. കോട്ടയം അല്ലേ? തിരുവല്ല പകുതി വരെ ഉള്ള പത്തനംതിട്ട. ചങ്ങനാശ്ശേരി വരെ കോട്ടയമാണ്. ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാറേ, മലയാളം ഇച്ചിരി കൂടുതലായിട്ട് പറയണേ. പറയാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൗത്യം ഇതിന്റെ കണ്ടിന്യൂഷനാണ് സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്
കർത്താവിൻ്റെ മനുഷ്യ രൂപത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ക്രൂശിൽ മരിക്കുന്നത് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനും ലോകത്തെ നവീകരിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടിയാണ്. ക്രൂശുമരണത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടില്ല. വീണ്ടെടുപ്പിന്റെ ദൗത്യം കർത്താവ് നിർവഹിച്ചതിന് ശേഷം കർത്താവ് ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുകയാണ്. കർത്താവ് നിയോഗിച്ചയക്കുന്നത് നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കുക, അവരെ ഉപദേശിക്കുക, പഠിപ്പിക്കുക. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. കഥയാണ്. കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. നന്നായിട്ട് കേൾക്കാം സാറേ. കർത്താവ് ക്രൂശിലൊക്കെ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ കർത്താവിനോട്, നിങ്ങൾ കേട്ടിട്ടുള്ളതാ, ഉപദേശിച്ചവരൊക്കെ പറയാറുള്ളതാ, ദൈവത്തിന്റെ ദൂതന്മാർക്ക് വലിയ സന്തോഷമുണ്ടായി. സാത്താന്റെ തലയെ തകർത്ത് മുണ്ടെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ നിവർത്തിക്കാനുണ്ട്. സുവിശേഷം എല്ലായിടങ്ങളിലും എത്തണം, എല്ലാ ജനങ്ങളെയും ശിഷ്യന്മാരാക്കുന്ന ഒരു വലിയ ദൗത്യമൊക്കെ ഉണ്ട്. ഇപ്പം ദൂതന്മാർ ചോദിച്ചു, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി വീണ്ടെടുപ്പിന്റെ വേലയൊക്കെ ചെയ്തതും നിന്നെ അയച്ച കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നീ ഇപ്പൊ സ്വർഗത്തിലേട്ടിഞ്ഞു പോന്നു, ഇനിയും ഈ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? അപ്പൊ ദൂതന്മാര് ഒരു പക്ഷെങ്കിൽ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, അവരെ വിടുമെന്നുള്ള ചിന്തയിലായിരിക്കും. പക്ഷെ അവര് പറഞ്ഞു, ഞാന് ആ കാര്യം എൻ്റെ ശിഷ്യന്മാരായ 12 പേരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അവരത് നിവർത്തി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആളുകളായിട്ട് അവർ മാറി. ഫയർ ബ്രാൻഡ്സ് എന്നൊക്കെ നമ്മൾ പറയും. അന്ന് വരെ കാണാത്ത അതുല്യമായ ഒരു ശക്തിയുടെ പ്രവാഹം അവരിലുണ്ടായി. അപ്പൊ ഇത്രമാത്രം വളർച്ച, ഇത്രമാത്രം ഉയർച്ച വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനവുമില്ല. കാരണം ഇത്രമാത്രം എതിർപ്പുകളും പീഡനങ്ങളും മറ്റേതെങ്കിലും ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു മാർഗം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ നേരിട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പൊ അവരെ ഈ കാര്യം പരമേൽപ്പിച്ചിട്ട് ശേഷം കർത്താവ് പരിശുദ്ധാത്മാവിനെയാണ് അവരെ നയിക്കുവാനായിട്ട് നൽകിയത്. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ക്രൂശിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമായിട്ട് എഫേസ്യ ലേഖനക്കാരൻ പറയുന്നത്, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ശത്രുത്വം ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാനുള്ള പദ്ധതിയായി. മുമ്പേ ദൂരസ്ഥരായിരുന്നവരെ ഇപ്പോൾ സമീപസ്ഥരാക്കി തീർത്തു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി തീർത്തു എന്നാണ്. 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, നിങ്ങളെ വിളിച്ചത് ഏക പ്രത്യാശയ്ക്കായി. ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരു. അപ്പൊ സഭ രൂപീകൃതമായ സമയം, ആ സമയം മുതലുള്ള കാര്യങ്ങൾ നോക്കിയാൽ സഭ വ്യത്യസ്ത രീതിയിലാണ്
വളർച്ച പ്രാപിക്കുന്നത്. സഭയുടെ മിഷൻസ് ബഹുമുഖമായിട്ടാണ് വളർച്ച പ്രാപിക്കുന്നത്. അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഇത്രമാത്രം പ്രതികൂലങ്ങളും എതിർപ്പുകളും ഉണ്ടായിട്ടും സഭ അതിവേഗം വളരുവാൻ ഉണ്ടായിരുന്ന 3 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് 3 ദൈവശാസ്ത്രപരമായിട്ടുള്ള ആംഗിളിലാണ് നമ്മൾ നോക്കുന്നത്. സഭയുടെ വളർച്ചയുടെ ആദ്യഘട്ടം. ഒന്നാമത്തെ കാര്യം ജൂവിഷ് ക്രിസ്ത്യാനിറ്റിയാണ്. യഹൂദ ക്രൈസ്തവർ, ജൂവിഷ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവർ. യഹൂദ ക്രൈസ്തവർ, ജൂവിഷ് ക്രിസ്ത്യാനിറ്റി. ഇത് സഭയുടെ ഒന്നാമത്തെ മുഖമാണ്, ഒന്നാമത്തെ ഫേസാണ്. This was the first phase of the church, which was culturally Jewish and centered on Jerusalem. യെരുശലേം കേന്ദ്രീകൃതമായി യഹൂദ സംസ്കാരത്തിൽ വളരുന്ന ഒരു ക്രിസ്ത്യൻ സമൂഹം. യെരുശലേം കേന്ദ്രമാക്കി യഹൂദ സംസ്കാരത്തിൽ വളരുന്ന ഒരു സമൂഹം. ഈ ഒരു സമൂഹം നമ്മൾ നോക്കിയാൽ ആദ്യത്തെ ശിഷ്യന്മാരെല്ലാം, ആദ്യത്തെ സ്നാനപ്പെട്ട അംഗങ്ങളെല്ലാം യഹൂദന്മാരായിരുന്നു. യഹൂദന്മാരായിരുന്നു എന്ന് മാത്രമല്ല, യഹൂദന്മാരല്ലാത്തവരാരും കുറെ നാളത്തേക്ക് സഭയിലേക്ക് വന്നുമില്ല. ഈ 17 സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവർ മറുഭാഷകളിൽ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് മനസ്സിലായ വിവിധ ദേശക്കാരുണ്ടല്ലോ. ആ ദേശക്കാരെല്ലാവരും ഡയസ്പോറ ജ്യൂസാണ്, ചിതറിപ്പാർത്ത യഹൂദന്മാരാണ്. അപ്പൊ അവരിൽ നിന്നും പലരും സ്നാനപ്പെട്ടു. യെരുശലേമിൽ ഉണ്ടായിരുന്ന ആളുകൾ സ്നാനപ്പെട്ടു. അപ്പൊ സഭ ഇപ്പോൾ യെരുശലേമിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ യെരുശലേം കേന്ദ്രീകൃതമായി വളരുകയാണ്. അവർക്ക് ചർച്ച് ബിൽഡിങ്സ് ഇല്ല. അവർക്ക് മറ്റ് നമ്മൾ ഇന്ന് കാണുന്നത് പോലുള്ള സഭയുടെ സാക്രമെന്റ്സ് ഇല്ല. ചർച്ച് ഓർഗനൈസേഷനായിട്ടുള്ള സിസ്റ്റംസ് ഇല്ല. അവർ കൂടി വരികയാണ്. മർക്കോസിന്റെ മാളികമുറിയിലും ശിഷ്യന്മാരുടെ ഭവനങ്ങളിലും ദേവാലയത്തിന്റെ മണ്ഡപങ്ങളിലുമൊക്കെ അവർ കൂടി വരികയും. അപ്പൊ കർത്താവ് അവരെ ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത്, നിങ്ങൾ യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. കർത്താവ് പറഞ്ഞ ആ ഒരു കാര്യത്തിൽ ഒരു കൾച്ചറൽ പ്രോബ്ലം ഉണ്ട്, സാംസ്കാരികമായ ഒരു പ്രശ്നമുണ്ട്. യഹൂദനെ സംബന്ധിച്ച് ശമര്യക്കാരുടെ ഇടയിലേക്ക് പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. കാരണം BC 8-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ അന്യപ്പെട്ടു പോയ ഗോത്രങ്ങളാണ്. യെരുശലേമിലേക്ക് അവർ വന്ന നമസ്കരിക്കാറില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഉടനെ ഈ യെരുശലേമിന്റെ പാലസ്തീനിന്റെ മധ്യഭാഗത്താണ് ഈ ശമരിയ പട്ടണം കിടക്കുന്നത്. ശമരിയ ഒരു റോമൻ പ്രോവിൻസ് ആയിരുന്നു. അതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഗലീലയായിരുന്നു, തെക്ക് ഭാഗം എന്ന് പറയുന്നത് യഹൂദയായിരുന്നു. ഇപ്പൊ യഹൂദയിൽ നിന്ന് ഗലീലയിലുള്ള ഒരു യഹൂദൻ യെരുശലേം ദേവാലയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ യോർദാൻ നദി 2 പ്രാവശ്യം കടന്ന്, അതായത് ശമരിയ പട്ടണത്തെ ഒഴിവാക്കിയ ശേഷം മാത്രമേ സഞ്ചരിച്ചു വരികയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് ശമരിയയിൽ കൂടി പോകേണ്ടി വന്നു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ശമരിയക്കാരുമായി യഹൂദന്മാർക്ക് സമ്പർക്കമില്ലാഞ്ഞു.
യഹൂദ റബിമാരങ്ങനെ സ്ത്രീകളുമായി സംസാരിക്കാറില്ല. കർത്താവ് സ്ത്രീയുമായിട്ട് സംസാരിക്കുന്നു. അവളെ ദൈവരാജ്യത്തെ മെശിഹായെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ ആ പട്ടണത്തെ മുഴുവനും മെശിഹായെ കുറിച്ച് പറഞ്ഞ് ആ പട്ടണം മുഴുവനും ഇളകി വന്നു എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർക്ക് ഓരോ അത്ഭുതമായിരുന്നു. അതിനുശേഷം ശമരിയിൽ കൂടെ കർത്താവ് പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ യഹൂദന്മാർ അങ്ങനെ സഞ്ചരിക്കാറില്ല. യഹൂദന്മാർ മാറ്റി നിർത്തിയ അതിന് റീസൺസ് ഉണ്ട് അവർക്ക്. കാരണം മോശയെ നിഷേധിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തെ നിഷേധിക്കുന്നു, അവര് യെരുശലേമിൽ നമസ്കരിക്കുന്നില്ല, സമ്മിശ്ര ജാതിയായിട്ട് തീർന്ന അവരുടെ വംശശുദ്ധി നഷ്ടപ്പെടുത്തി. കറ തീർന്ന യഹൂദന്മാരല്ല, അവർക്ക് വംശാവലി അവരുടെ നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന അശൂരിന്റെ കാലഘട്ടത്തിൽ അശൂർ സാമ്രാജ്യക്കാര് ജാതികളെ കൂടെ കൊണ്ട് അവിടെ താമസിപ്പിച്ച് അവരുമായിട്ട് ഇവർ വിവാഹമൊക്കെ കഴിച്ച് ഇവരുടെ വിശുദ്ധിയും വേർപാടും നഷ്ടപ്പെടുത്തി പോയ ഒരു സമൂഹമാണ് ഈ ശമരിയാക്കാരെന്ന് പറയുന്നത്. അപ്പൊ ശമരിയ പട്ടണങ്ങൾ ഒരിക്കലും അവരുടെ ചിന്തയിലില്ല. പക്ഷെ കർത്താവിന്റെ നിയോഗം നിങ്ങൾ ശമരിയയിൽ എൻ്റെ സാക്ഷിയാകണമെന്ന്. ഇനി ശമരിയയിൽ ഓക്കെയാണ്, വേണമെങ്കിൽ പോകാം, കാരണം ഒരു അർദ്ധ യഹൂദ സംസ്കാരമുള്ള ആളുകളാണെന്ന് പറയാം. പക്ഷെ അടുത്ത പ്രയോഗമാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം. ഇന്നത്തെ ചില ആളുകൾ പറയുന്നത് വെച്ചുകൊണ്ടാണെങ്കിൽ തന്നെ റോമാ സാമ്രാജ്യം മുഴുവനും, അന്നത്തെ ലോകം റോമാ സാമ്രാജ്യമാണ്. അപ്പൊ ഗ്രീക്കുകാരോടും ലാറ്റിൻ സംസാരിക്കുന്നവരോടും ബർബറന്മാരോടും അന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ജനസമൂഹങ്ങളോടൊക്കെ സാക്ഷ്യം പറയണം. ആരെയാ ഫലമേൽപ്പിച്ച്? കടുത്ത യാഥാസ്ഥികരായ യഹൂദന്മാരായ 12 ശിഷ്യന്മാരോടാണ്. ഇവർ യെരുശലേമിൽ ആരാധന കഴിച്ചു വരിക. യെരുശലേമിലാണ് ഇവരുടെ ആരാധന. അവിടെ കേന്ദ്രീകരിച്ച് ആരാധന കഴിച്ച് വരികയാണ്. അപ്പൊ ഇവര് പോകുന്നില്ല, ഇവരെങ്ങോട്ടും പോകുന്നില്ല. ആ സമയത്താണ് സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം നിമിത്തം ചിതറിപ്പോയവർ അവിടവിടങ്ങളിലായി സംസാരിച്ചു. ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. ശമരിയയിൽ സുവിശേഷം പ്രസംഗിച്ച് ആളുകൾ കർത്താവിങ്കലേക്ക് വന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് വേണ്ടി അപ്പോസ്തലന്മാരെ വരുത്തി അവരുടെ മേൽ കൈവച്ചു. അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി ശമരിയക്കാര് രക്ഷിക്കപ്പെടും, അവരും സഭയുടെ ഭാഗമാണ്. പക്ഷെ യെരുശലേമിലെ യഹൂദന്മാരായ ശിഷ്യന്മാര് ഈ ശമരിയയിലോട്ട് പിന്നീട് പോയിട്ടില്ല. അവർ വീണ്ടും യെരുശലേമിൽ തന്നെ നിൽക്കുകയാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക്, അവൻ റോമാക്കാരനാണ്, പക്ഷെങ്കിൽ സത്യവിശ്വാസം ഭക്തിയോടുകൂടി മുറുകെ പിടിക്കുന്ന വ്യക്തിയാണ്. പ്രോസലൈറ്റിസ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിജാതീയരിൽ നിന്നും യഹോവയായ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഭക്തിയോടെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് സ്നാനമൊക്കെ കൊടുക്കുമായിരുന്നു യഹൂദന്മാർ. അപ്പൊ അങ്ങനെ യഹോവ ഭക്തിയോടെ ജീവിച്ചു വന്നിരുന്ന കൊർന്നല്യോസ് ഭക്തിയോടെ ജീവിച്ചത് കൊണ്ട് മാത്രം അവൻ ദൈവരാജ്യത്തിന്റെ അംഗമാകുന്നില്ല, അവൻ സുവിശേഷം കേൾക്കണം. അപ്പൊ അതിനുവേണ്ടി പത്രോസിനെ ദൈവം ഉദ്ദേശിക്കുന്നു. പത്രോസ് യഹൂദനാണ്. പത്രോസ് ഒരിക്കലും വിജാതീയന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയോ അവരോട് സമ്പർക്കം പുലർത്തുകയോ ചെയ്യത്തില്ല. അതുകൊണ്ട് അവനൊരു വലിയ ദർശനം കൊടുത്തു. ആ ദർശനത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി. അപ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്നും ആളുകൾ വന്ന് അവനെ വിളിച്ചുകൊണ്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോന്നു. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെന്ന് അവിടെ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവും. അപ്പോൾ ആദിയിൽ നമുക്ക് ലഭിച്ചതുപോലെ ആത്മാവിനെ ലഭിച്ച ഇവർക്ക് ഇനിയും സ്നാനം കൊടുക്കാതിരിക്കാൻ ആർക്ക് കഴിയും? വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് അവരെ സ്നാനപ്പെടുത്തുന്നു. അപ്പോൾ കർത്താവിന് കൊർന്നല്യോസെന്നോ റോമാക്കാരനെന്നോ ശമരിയക്കാരനെന്നോ ദൈവാത്മാവിന് വ്യത്യാസമില്ല എന്ന് ശിഷ്യന്മാരെ പടിപടിയായി പഠിപ്പിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ഇവർ പിന്നീട് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോ പൗലോസ് രക്ഷിക്കപ്പെട്ടു. യഹൂദ ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ വേണ്ടി
അധികാരപത്രവും ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്ന പൗലോസിനെ പിടിക്കുന്നത് നമുക്കറിയാം. പൗലോസ് അതിനുശേഷം യെരുശലേമിലേക്ക് പോയി ശിഷ്യന്മാരോട് സംസാരിക്കുകയോ അപ്പോസ്തലന്മാരെ കാണുകയോ ചെയ്യുന്നതിന് മനസ്സ് വയ്ക്കാതെ അദ്ദേഹം അറേബ്യ മരുഭൂമിയിലേക്ക് പോയി. ഗലാത്യ ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകും. ദൈവത്തിനോടുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ഇരുന്ന് ദൈവിക വെളിപ്പാടുകൾക്ക് വേണ്ടി, ദൈവാലോചനയ്ക്ക് വേണ്ടി തന്നെ വേർതിരിച്ചു. അതിനുശേഷം മടങ്ങി വന്ന് ഭരണവാസമായിട്ടുള്ള ശുശ്രൂഷയിലൊക്കെ താന് കുറച്ചു കാലം പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് ബർന്നബാസ് അന്ത്യോക്യയിലെ സഭയിൽ 2 വർഷം ഒരു ടീച്ചറായിട്ട് പൗലോസിനെ കൂടെ കൊണ്ടുപോയി. അവരെ വചനം പഠിപ്പിക്കുവാനും ഒരു സഭാ ശുശ്രൂഷകനായിട്ടൊക്കെ പൗലോസ് അവിടെ ഉണ്ട്. അപ്പൊ അത്രയും കാലം ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10, 11, 12 വർഷത്തോളമായി പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായി, നിയോഗം ലഭിച്ചിട്ട്. അപ്പൊ അന്ത്യോക്യയിലെ ഈ സഭ എന്ന് പറയുന്നത് തന്നെ ആരാണ്? അതിന് അവര് അപ്പോസ്തലന്മാരൊന്നും പോയി സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരല്ല. അവിടെ ഒരു സഭ ഈ പെന്തക്കോസ്ത് നാളിന് ശേഷം രക്ഷിക്കപ്പെട്ടു വന്ന ചിതറിപ്പോയ ആളുകളൊക്കെ പ്രസംഗിച്ച് കർത്താവിനെ അറിഞ്ഞ ആളുകളാണ്. അവിടേക്ക് അപ്പോസ്തലന്മാരൊന്നും വന്നില്ല. അവസാനം പത്രോസിനെ അവിടെ വരുത്തുന്നു. പത്രോസിനെ അവിടെ വരുത്തി വന്ന സമയത്ത് പത്രോസ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, കാര്യങ്ങളൊക്കെ കൂട്ടായ്മയിലൊക്കെ ആചരിച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യെരുശലേമിൽ നിന്ന് യഹൂദപക്ഷക്കാരായ ക്രിസ്ത്യാനികൾ വന്നു. പരിച്ഛേദനവാദികളായിട്ടുള്ള ആളുകൾ അവിടെ വന്നു. അവര് വന്നു കഴിഞ്ഞപ്പോൾ ഒരല്പം പത്രോസ് അല്പം മാറി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, ഇന്നെന്താണ്, ഞാൻ ഉപവാസമാണ്. പൗലോസ് പത്രോസിനെ തോളത്ത് കൈകെട്ടുകൊണ്ട് മാറ്റി നിർത്തിട്ട് പറഞ്ഞു, ഇത്തിരി പരിപാടി ഇനി കാണിക്കരുത്. അങ്ങനെ തന്നെയാ പറഞ്ഞു. അവനെ അപ്പോസ്തലനൊക്കെയാ, പക്ഷെങ്കിൽ പൗലോസിന്റെ നിയോഗപ്രകാരം പൗലോസ് പറഞ്ഞു, ഇത് മോശമായ കാര്യമാണ് നീ കാണിക്കുന്നത്, ശാസിച്ചു. ആ സംഭവത്തിനെല്ലാം ശേഷമാണ് പൗലോസ് പിന്നീട് യെരുശലേമിലേക്ക് പോയി അപ്പോസ്തലന്മാരെയും മൂപ്പന്മാരെയും ഒക്കെ കണ്ട് ഈ വസ്തുതകളൊക്കെ വെളിപ്പെടുത്തിയതിനു ശേഷം അന്ത്യോക്യയിലെ സഭയിൽ വന്ന് ഉപവാസം ഇരിക്കുകയാണ്. അന്ത്യോക്യയിലെ സഭയിൽ വന്ന് ഉപവാസം ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ വിളിച്ചിരിക്കുന്ന, അപ്പൊ ഇത്രയും വർഷങ്ങൾ പൗലോസ് പ്രാർത്ഥനയിലായിരുന്നു, ഉപവാസത്തിലായിരുന്നു, ദൈവാലോചന പ്രാപിച്ചു, മരുഭൂമിയിൽ ദൈവസന്നിധിയിലായിരുന്നു, അന്ത്യോക്യ സഭയിൽ അധ്യാപകനായിരുന്നു, പലയിടങ്ങളിൽ ശുശ്രൂഷിച്ചു. പക്ഷെങ്കിൽ ഇപ്പോൾ അന്ത്യോക്യയിലെ സഭയിലെ ഉപവാസ പ്രാർത്ഥനയിലാണ് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ എന്ന് പറയുന്നു. പൗലോസിൽ നിയോഗം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. സഭ അവനെ എന്ത് ചെയ്യണം? നിയോഗിച്ച് വേർതിരിച്ച് അയക്കണം. അവരെങ്ങോട്ടാണ് പോകുന്നത്? അവര് മാസിഡോണിയയിലേക്കും കുപ്രോസ് ദ്വീപിലേക്കും സൈപ്രസിലേക്കും ജാതീയ ലോകത്തേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ നിയോഗം ഉണ്ടാകുന്നത് വരെ ജാതീയ ലോകത്തേക്ക് സുവിശേഷവുമായി ആരും പോയില്ല. അപ്പൊ ജൂവിഷ് ക്രിസ്ത്യാനിറ്റി യെരുശലേമിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പൊ പൗലോസിന്റെ മിഷൻ ആരംഭിക്കുന്നത് വരെ അത് യെരുശലേമിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നു. യെരുശലേമിലെ ആ ഒരു മിഷൻ യെരുശലേം ദേവാലയത്തിന്റെ നാശത്തിന്റെ കാലത്തോടുകൂടി അവസാനിക്കുകയാണ്. യെരുശലേമിൽ ഉണ്ടായിരുന്ന ക്രൈസ്തവരെല്ലാം സുരക്ഷിതമായിട്ട് ഓടി രക്ഷപ്പെട്ടു. ദൈവം അവർക്ക് അതിനുള്ള ആലോചനകൾ കൊടുത്തു. അന്ന് അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ 11 ലക്ഷത്തോളം യഹൂദന്മാരെയാണ് റോമൻ സൈന്യം കൊന്നത്. അങ്ങനെ യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു.
ന്യായപ്രമാണത്തിന്റെ ശക്തി ഇല്ലാതെയായി തീർന്നു. AD 130 ആയപ്പോഴത്തേക്കും യെരുശലേമിൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ നിന്ന് പുറത്താക്കി. യെരുശലേമിലെ സഭ തന്നെ ഇല്ലാതെയായി. അപ്പൊ ജൂവിഷ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു ഒന്നാമത്തെ ഫേസ്. ആ ജൂവിഷ് ക്രിസ്ത്യാനിറ്റിയിൽ നേരിട്ട പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ സാംസ്കാരികമായ നിലപാടുകൾ ഒക്കെ അവരെ കുറച്ചും കൂടെ കരുത്തുള്ളവരാക്കി. അവരെ മറ്റു പല ഭാഗങ്ങളിലേക്കും പിന്നീട് പോകുവാൻ കഴിയും. രണ്ടാമത്തെ ഫേസാണ് ഹെല്ലനിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി. ഹെല്ലനിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി, HELLENISTIC, ഹെല്ലനിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ യവനായ ക്രിസ്ത്യാനിത്വം. ആദ്യത്തേത് യഹൂദ ക്രിസ്ത്യാനിത്വമായിരുന്നു, ജൂവിഷ് ക്രിസ്ത്യാനിറ്റി. രണ്ടാമത്തേത് യവനായ ക്രിസ്ത്യാനിത്വം, യവനായ ക്രിസ്ത്യാനിത്വം. അതിനെയാണ് ഹെല്ലനിസ്റ്റിക് എന്ന് പറയുന്നത്. ഗ്രീക്ക് സംസ്കാരത്തെയാണ് ഹെല്ലനിസ്റ്റിക് സംസ്കാരം എന്ന് പറയുന്നത്. ഹെല്ലനിസ്റ്റിക് സംസ്കാരം അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരം, അതിനെയാണ് യവനായ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പം യവനായ ക്രൈസ്തവർ അല്ലെങ്കിൽ ഗ്രീക്ക് ക്രൈസ്തവരെയാണ് അത് പറയുന്നത്. ഈ ഫേസ് ആരംഭിക്കുന്നത് ജാതികളിൽ നിന്നും, യഹൂദേതരരായ സമൂഹങ്ങളിൽ നിന്നും ആളുകൾ കർത്താവിനെ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അവർ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാണ്. റോമിലൊക്കെ അവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് സിറിയ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമായിരുന്നു സിറിയ പ്രദേശങ്ങളിൽ, സിറിയ എന്ന് പറയുന്ന ആ ഒരു റോമൻ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏഷ്യ മൈനറിലും മാസറോണിയയിലും ആ പ്രദേശങ്ങളിലൊക്കെ ചെറിയ ഒരു സമൂഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഈ വിജാതീയ ലോകം വിശാലമായ ലോകമാണ്. അതിരുകളില്ലാതെ അവർക്ക് സുവിശേഷവുമായി പോകുവാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ നമുക്കറിയാം, ഈ യെരുശലേമിൽ ഇരുന്നവരല്ലാതെ ചില ആളുകൾ എത്യോപ്യയിലേക്കും, മാർക്കോസ് ഒക്കെ എത്യോപ്യൻ പ്രദേശങ്ങളിലേക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിലേക്ക് വന്നു എന്ന് ആണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലും എത്യോപ്യയിലും അറേബ്യയിലും ഒക്കെ ക്രിസ്ത്യാനിറ്റി വളരുകയാണ്. റോമിലും സിറിയൻ പ്രദേശത്തിന് വെളിയിൽ ക്രിസ്ത്യാനിറ്റി വളരുന്നു. അതൊരു ഹെല്ലനിസ്റ്റിക് കൾച്ചറിന്റെ കാലഘട്ടമായിരുന്നു. അത് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അത് മറ്റൊരു സമൂഹമായി, അറേബ്യയിലേക്ക് പോയപ്പോൾ മറ്റൊരു സമൂഹമായി, എത്യോപ്യയിലേക്ക് മറ്റൊരു സമൂഹമായി. അങ്ങനെ ഈ കാലഘട്ടം വരെയും ജനസമൂഹങ്ങളിൽ നിന്ന് ജനസമൂഹങ്ങളിലേക്ക് ഈ സുവിശേഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റിയാണ്. യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റി, ആഗോള ക്രിസ്ത്യാനിത്വം എന്ന് നമുക്കതിനെ പറയാം. ആഗോള ക്രിസ്ത്യാനിത്വം. ആഗോള ക്രിസ്ത്യാനിത്വം ക്രിസ്ത്യൻ മിഷൻസിന്റെ ഭാഗമായി തുടർച്ചയായി സംഭവിച്ച വസ്തുതയാണ്. അതായത് ഒരു ജൂവിഷ് കൾച്ചറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ക്രിസ്ത്യാനിറ്റി ഹെലനിസ്റ്റിക് കൾച്ചറിലേക്ക് വ്യാപിക്കുകയും അവിടെ നിന്നും മൾട്ടി കൾച്ചറൽ, ക്രോസ് കൾച്ചറൽ പ്രതലങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അന്യ സംസ്കാരങ്ങളിലേക്ക് സഭ വ്യാപിച്ചു. അപ്പൊ സഭയെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ
ബഹുവിധമായ സംസ്കാരങ്ങളാണ്, ബഹുവിധമായ ഭാഷകളാണ്. അപ്പോൾ ഭാഷക്കാരും ജാതിക്കാരും വർഗക്കാരും പല വിശ്വാസങ്ങൾ ഉള്ളവരും എല്ലാം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമായി. അവിടെയെല്ലാം പല കൾച്ചറാണ്. ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതുള്ള പല കൾച്ചറുകളും. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ത്രിപുരക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ അറിയാൻ കഴിയുമായിരിക്കും. നമ്മുടെ ഇവിടുത്തെ കുമ്പനാടുള്ള സഭകളിലൊക്കെ വളരെ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ. അവിടെ കഴിഞ്ഞിടയ്ക്കെങ്ങാണ്ട് ആഭരണമിട്ട ഒരാൾക്കോ തിരുവത്താഴം കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര മേളമായിരുന്നു. ആഭരണമിട്ട ഒരാളിനെ കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കൾച്ചർ അനുസരിച്ച് തന്നെ നമ്മൾ പോകണം, ഓക്കെ. പക്ഷെ ഇങ്ങനെ ഉപദേശത്തിന്റെ മാമൂലികൾക്ക് വേണ്ടി ഇങ്ങനെ കടുംപിടുത്തം ചെയ്ത് വിമർശിച്ചൊക്കെ നിൽക്കുമ്പോൾ നമ്മളുടെ അതേ സഭ തന്നെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ, നോർത്ത് ഇന്ത്യയില്, ഛത്തീസ്ഗഡില്, ത്രിപുരയിലൊക്കെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു 9-10 മണി വരെ കൺവെൻഷൻ കഴിഞ്ഞാൽ പിന്നെ 10 മുതൽ 12 വരെ കൾച്ചറൽ പ്രോഗ്രാം. അവരുടെ എന്താണ് ഈ ആദിവാസി ഗ്രാമീണമായിട്ടുള്ള പാട്ടുകളും അതെല്ലാം ക്രിസ്ത്യൻ ആശയങ്ങളുള്ള പാട്ടുകളാണ്. അവരുടെ ഡാൻസുകളും പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പെങ്ങാണ്ട് പിന്നെ നമ്മുടെ രാജസാറിന്റെ ഒക്കെ മാനേജ്മെന്റിലുള്ള AGയുടെ സ്കൂളിലെ കുട്ടികളെ ഒരു പാട്ട് അവരുടെ കൺവെൻഷന് വന്നിട്ട് ഇടസമയത്തൊന്ന് അവതരിപ്പിച്ചു. ഒരു ഡാൻസ് അവതരിപ്പിച്ചു. സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് എടുത്തിട്ട് അലക്കുകയായിരുന്നു. അപ്പം അത് എന്താണ്? ഇത് കൺവെൻഷൻ ആണോ, കൺവെൻഷന്റെ പ്രോഗ്രാം ആണോ, അതോ കുട്ടികളുടെ പ്രോഗ്രാം ആണോ, അത് സെക്കുലർ സ്കൂളിലെ കുട്ടികളാണോ? ഇതൊന്നും നമ്മുടെ ആളുകൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യത്തെ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും നമ്മുടെ ആളുകൾക്ക് കഴിയുന്നില്ല. പക്ഷെങ്കിൽ അത് ആ സംസ്കാര വൈവിധ്യത്തെ, യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മിഷൻസിനെ യൂണിവേഴ്സൽ ക്രിസ്ത്യാനിറ്റിയുടെ വെളിച്ചത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പൊ കേരളത്തിലോ കുമ്പനാട്ടിലോ പുനലൂരോ മുളക്കഴയിലോ ചിങ്ങവനത്തോ ഒക്കെയുള്ള കൾച്ചർ അല്ല ക്രിസ്ത്യൻ കൾച്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരു മൾട്ടി ഫേസ് ഉള്ള കൾച്ചറാണ്. അപ്പൊ ഒരു ഭാഷയല്ല, പല ഭാഷകളുണ്ട്. പല ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യണം. അപ്പൊ ഓരോ പുതിയ ജനസമൂഹങ്ങൾ കർത്താവിനെ അറിയുമ്പോൾ ലിപിയില്ലാത്ത ആളുകളുണ്ട്, ഭാഷ മനസ്സിലാക്കാത്തവരുണ്ട്, ഗ്രാമർ ഇല്ലാത്ത ജനസമൂഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാര് ഈ വിക്ലിഫ് ബൈബിൾസിന്റെയും ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് ഗ്രൂപ്പിന്റെയും ഒക്കെ ഭാഗമായിട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിനെ അയക്കുന്നത്. അപ്പം വിക്ലിഫിലുള്ള ഒരു അലക്സിനെ എനിക്കറിയാം. അലക്സ് ഒറീസയിൽ മറ്റക്കാരൻ്റെ ഭാര്യ ഡോക്ടറായിരുന്നു എറണാകുളത്ത്, സ്വപ്ന. അവർ രണ്ടുപേരും കൂടെ ജുവാങ് ഗ്രൂപ്പിലേക്ക് പോയി. ജുവാങ്ങിൽ അവിടെ ഒരു ഉൾഗ്രാമത്തിൽ ഒരു ചെറിയ ചെറ്റക്കുടിലിൽ താമസിച്ച് 15 വർഷം അവിടെ താമസിച്ച് പുതിയ നിയമം ജുവാങ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. അവരുടെ ഭാഷ പഠിച്ചു, അവർക്ക് ഗ്രാമർ ഉണ്ടാക്കി കൊടുത്തു. 15 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വിക്ലിഫിന്റെ ഓഫീസിലായിരുന്നു. ഇപ്പോൾ മറ്റങ്ങോട്ടോ അദ്ദേഹം മിനിസ്ട്രിയുമായിട്ട് പോയി. ഞാൻ നിരന്തരമായിട്ട് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ എത്രയോ പേര് ഗ്രാമങ്ങളിൽ പോവുകയാണ്. ഗ്രാമങ്ങളിൽ പോയി ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ച ശേഷമായിട്ട് അവിടെ പോയി അവരുടെ ഭാഷ പഠിച്ച് അവർക്ക് വേണ്ടി ഗ്രാമർ ഉണ്ടാക്കി അവരുടെ ഭാഷയിലേക്ക് തിരുവെഴുത്തുകൾ പരിഭാഷപ്പെടുത്തി അത് അച്ചടിപ്പിച്ച് അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് വായിപ്പിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു ഇവിടെ വന്ന മിഷണറിമാരും. ഗുണ്ടത്ത് അതാണ് ചെയ്തത്. ഗുണ്ടത്ത് ചന്തസ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ആളുകൾ പറയുന്ന വാക്കുകളൊക്കെ എഴുതിയെടുക്കും. മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ഇങ്ങനെയൊക്കെ പറയുന്ന അത് അപ്പോൾ അതെന്തുവാണെന്ന് എഴുതിയെടുക്കും. അപ്പം അത് എഴുതിയെടുത്തുകൊണ്ട് പോയിട്ട് ആണ് ഗുണ്ടട്ട് നിഘണ്ടു ഉണ്ടാക്കിയത്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു ഗുണ്ടട്ടിൻ്റെയാണ്. മലയാളം ഇംഗ്ലീഷ്. എന്നിട്ട് അദ്ദേഹം വടക്കൻ ഭാഷയായിരുന്നെങ്കിലും അദ്ദേഹം ബൈബിൾ മുഴുവനും വിവർത്തനം ചെയ്തു. ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹം ഇവിടെ വന്നിട്ട് കല്ലച്ചുണ്ടാക്കി, അച്ചുകൂടെ ഉണ്ടാക്കി.
അക്ഷരം ഒരു ആശാരിയെ ഇരുത്തി കൊത്തി ഉണ്ടാക്കിപ്പിച്ചു മലയാള അക്ഷരം. അന്ന് നമ്മുടെ അക്ഷരം എന്ന് പറയുന്നത് അന്നത്തെ എഴുത്തുകൾ ഈ പഴയ താളിയോലയിലൊക്കെ കാണുന്നതാണ്. നമുക്ക് എന്താണെന്ന് മനസ്സിലാവത്തില്ല, എന്തക്ഷരമാണെന്ന് മനസ്സിലാവത്തില്ലായിരുന്നു മലയാള ഭാഷയുടെ അക്ഷരം. മലയാള ഭാഷയുടെ അക്ഷരം വടിവുള്ള അക്ഷരമാക്കി മാറ്റിയത് ബെയ്ലിയാണ്. അദ്ദേഹം അതിനെ ഉരുണ്ട അക്ഷരങ്ങളാക്കിയിട്ട് അതിനെ തടി കൊണ്ട് എല്ലാ അക്ഷരങ്ങൾക്കും അച്ചുണ്ടാക്കി ആ അച്ചിലാണ് അദ്ദേഹം ബൈബിൾ പ്രിന്റ് ചെയ്തത്. അപ്പൊ ലോകത്തിന്റെ എല്ലാ സംസ്കാരങ്ങളിലും ഭാഷാപരമായും വ്യാകരണപരമായും വിദ്യാഭ്യാസപരമായും വൈദ്യശാസ്ത്രപരമായും എന്തെങ്കിലും വെളിച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ മിഷണറിമാരാണ് അത് ചെയ്തിട്ടുള്ളത്. കർത്താവിൻ്റെ മിഷണറിമാർ അല്ലതാ ഇതിവിടെയുള്ള എല്ലാ വികസനങ്ങളുടെയും ആരംഭം ചെയ്തത് അവരാണ്. നമ്മൾ ഇന്ന് മലയാള ഭാഷ സംസാരിക്കുന്നതിൻ്റെ കാരണം, അച്ചടിച്ച് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണം, നോർത്ത് ഇന്ത്യയിലുള്ള പല ഭാഷകളും അത് ഭാഷയാക്കി മാറ്റുന്നത്. ഈവൻ ഹിന്ദി ഭാഷ പോലും, സംസ്കൃത ഭാഷ പോലും, അതിന് വ്യാകരണങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ചിട്ടപ്പെടുത്തിയെടുത്തത് മിഷണറിമാരാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ, അറേബ്യൻ രാജ്യങ്ങളിൽ ഈ തുർക്കി അതുപോലുള്ള പ്രദേശങ്ങൾ, അതിനുശേഷം സൗദി അറേബ്യ, UAE പ്രദേശങ്ങളൊക്കെ നമ്മളിന്ന് കാണുമ്പോൾ മൊത്തം അറബികളാണ്. ഇസ്ലാമിക ഇൻവേഷന് മുമ്പ് ഈ ആളുകളുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ക്രൈസ്തവരായിരുന്നു. ലെബാനോൻ ക്രൈസ്തവ രാജ്യമായിരുന്നു. പിന്നീടുള്ള ആക്രമണങ്ങളിലൂടെ മറ്റു മതസ്ഥരെ പിടിച്ചെടുത്തത്. ഇന്ത്യയിലെ നമുക്കറിയാം, ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും, പഞ്ചാബ്, പഴയ പഞ്ചാബ്, അതുപോലെയുള്ള ആ പ്രദേശങ്ങളിലൊക്കെ എത്രയോ മിഷണറിമാർ വന്ന് ആദ്യമേ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്ത് ഉഴുതുമറിച്ചിട്ട ഭൂമിയാണ്. അപ്പൊ ദൈവം ഓരോ കാലഘട്ടങ്ങളിലും മിഷൻസിന് വേണ്ടി ദൗത്യങ്ങൾ ഫലമേൽപ്പിച്ച് മിഷണറിമാരെ അയക്കും. അപ്പൊ അവിടെ കൾച്ചറൽ സാംസ്കാരിക ശുദ്ധീകരണം ഉണ്ടാകും. സംസ്കാരം തെറ്റാണെന്നല്ല, സംസ്കാരത്തിന്റെ തെറ്റായ കാര്യങ്ങളെ ശുദ്ധീകരിച്ചെടുക്കും. ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ തന്നെ വില്യംകേരി വരുമ്പോൾ, വില്യംകേരിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. വില്യംകേരി വരുമ്പോൾ കൽക്കട്ടയിൽ സതി ഒരു വലിയ പ്രശ്നമായിരുന്നു. രാജാറാം മോഹൻ റായിയോട് ചേർന്ന് അദ്ദേഹം സതി നിർത്തലാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അതുപോലെ എത്ര കാര്യങ്ങൾ. അപ്പം മിഷൻ എന്ന് പറയുന്നത് കേവലം പ്രൊക്ലമേഷൻ ഓഫ് ദി ഗോസ്പൽ മാത്രമല്ല, മറിച്ച് അതിനെ ജീവിച്ചു കാണിക്കുന്ന ഒരു പ്രസന്റേഷനും കൂടിയാണ് ക്രിസ്തുവിന്റെ സഭയുടെ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഒരു സിംഗിൾ കൾച്ചറിലല്ല നിൽക്കുന്നത്. ഞങ്ങൾ പണ്ട് GFL ഉണ്ടായിരുന്നപ്പോൾ മൾട്ടി കൾച്ചറൽ കമ്മ്യൂണിറ്റി, ഏകദേശം 300 ഭാഷക്കാരും 300 സംസ്കാരക്കാരും ഒക്കെ വന്നിട്ടുള്ള കോൺഫറൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് മലയാളികളായ ഞങ്ങളോട് അദ്ദേഹം പറയുമായിരുന്നു, നമുക്ക് ഇവിടെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിക്കുന്നത് കൊണ്ട് അങ്ങനെ മാത്രമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് ഒരു പക്ഷെങ്കിൽ ചിന്തിക്കും. അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അല്പമായ വസ്ത്രം മാത്രം ധരിച്ച് നടക്കുന്ന സമൂഹത്തിൽ പോലും ക്രിസ്ത്യാനിറ്റി ഉണ്ട്. അവിടെ ബിഷപ്സ് ഉണ്ട്. അപ്പൊ ബിഷപ്പ് മാത്രമാണ് ഒരു നല്ല നിക്കറിടുന്നത്. അദ്ദേഹം പറഞ്ഞു, ബിഷപ്പാണ് ഒരു നല്ല നിക്കറിടുന്നത്, ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചുറ്റിക്കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലുള്ള സംസ്കാരങ്ങൾ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നാം വ്യർത്ഥമായിട്ട് വലിയ കുപ്പായങ്ങളിലും ഈ മുടിക്കെട്ടുകളിലും വലിയ ഈ തൊപ്പികളിലും ഒക്കെ ഊറ്റം കൊള്ളുന്നത് കാണുമ്പോഴാണ് ഇതൊന്നുമില്ലാതെ എത്രയോ പാവങ്ങൾ അല്ലേ ഓരോ ഭാഷകളിൽ കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പം ഒരു കൾച്ചറല്ല, മൾട്ടി കൾച്ചറലാണ് സഭ. അപ്പം ഒരു യൂണിവേഴ്സൽ വ്യൂ നമുക്ക് ആ ഒരു മിഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാവണം.